എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? അല്ല, എന്നെ കാണാവോ അല്ലെ? കാണാനല്ലോ എല്ലാവർക്കും? കാണാം. പരിചിതമായ മുഖങ്ങളാണ്. ഞാൻ കണ്ടിട്ട് കുറെ കാലങ്ങളായി. ശ്രീനാഥ്ജിയും കണ്ടിട്ട് കുറെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഇറക്കിയാണല്ലോ. ഞാനാണല്ലേ കാണാത്തത്. അപ്പം എല്ലാവർക്കും തഥാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാദമി നടത്തുന്ന ശ്രീ ലളിതോപാഖ്യാനം പ്രോഗ്രാമിലേക്ക് സഹൃദയം സ്വാഗതം. ഭാരതീയ തത്വചിന്തകളുടെയും ആത്മീയ പദ്ധതികൾക്കുമൊപ്പം ഭാരതീയ മനഃശാസ്ത്ര പദ്ധതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി ക്ലാസ്സുകളും ചർച്ചകളും നടത്തുന്ന സംഘടനയാണ് തഥാഗത നോയറ്റിക്. നിങ്ങൾക്കറിയാമല്ലോ. അതോടൊപ്പം തന്നെ മനഃശാസ്ത്രപരമായ ബേസിക് കൗൺസിലിംഗ്, എനിയാഗ്രാം, NLP തുടങ്ങിയ മനഃശാസ്ത്രപരമായ ക്ലാസ്സുകളും ആധ്യാത്മികപരമായ ക്ലാസ്സുകളായ പാതഞ്ജല യോഗസൂത്രം, മഹാഭാരതം, ദശമഹാവിദ്യ, സൗന്ദര്യലഹരി തുടങ്ങിയ ആധ്യാത്മിക ക്ലാസ്സുകളും പൂജാ പദ്ധതികളുടെ സമഗ്രമായ പഠനവും നമ്മൾ നടത്തി വരുന്നുണ്ട് തഥാഗത. ഇന്നത്തെ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. ലളിതോപാഖ്യാനം അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു വിഷയമാണ്. ലളിതാ സഹസ്രനാമം എന്നത് നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ലളിതാ സഹസ്രനാമം ഇന്ന് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ദിവസവും നിത്യേന ജപിക്കുന്ന ഒരു കാര്യമാണ്. ശ്രീനാഥ്ജിയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലളിതോപാഖ്യാനത്തെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നിങ്ങൾക്കെല്ലാം ഉണ്ടാവും. ലളിതാ ഉപാഖ്യാനം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമാണ്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന അർച്ചനാ പദ്ധതികൾ ഇന്ന് കാണുന്ന ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നതായിരുന്നില്ല. അന്ന് ശ്രീചക്ര ആരാധന നടത്തിയിരുന്നത് ത്രികക്രമ മാർഗങ്ങളിൽ സമഞ്ജസമായ കാശ്മീര ശൈവ സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമായ ശ്രീവിദ്യാ സമ്പ്രദായവും ശ്രീചക്ര ആരാധനയുമാണ് നമ്മുടെ പുരാണങ്ങളിലല്ല, പണ്ടുള്ള കാലങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ നടന്നിരുന്നത്. ആ സമ്പ്രദായത്തിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ലുപ്തപ്രചാരമാവുകയും ഇന്നുള്ള ശ്രീവിദ്യാ സമ്പ്രദായത്തിലേക്ക് അത് മാറുകയും ആചാരരീതിയിലേക്ക് അത് മാറുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ പരശുരാമ കൽപ്പസൂത്രവും ലളിതോപാഖ്യാനവും ലളിതാ സഹസ്രനാമവും എന്ന ടെസ്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പരശുരാമ കൽപ്പസൂത്രത്തിലെ പൂജാ പദ്ധതികൾ ലളിതാ ഉപാഖ്യാനത്തിൽ അധിഷ്ഠിതമാണ്. ശ്രീനാഥ്ജി സൂചിപ്പിച്ചതുപോലെ ലളിതാ സഹസ്രനാമം എന്നുള്ളത് വെറും സഹസ്രനാമം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ ലളിതോപാഖ്യാനം എന്ന് പറയുന്നത് ദേവിയുടെ തന്നെ, ആ പരാശക്തിയുടെ, നമ്മുടെ പരാംബികയെ കുറിച്ചുള്ള ആഴങ്ങളിലേക്കുള്ള അറിവുകളാണ്. നമ്മളിൽ തന്നെ പലരും ശ്രീവിദ്യ ഉപാസകരാണ്, അതിലേക്ക് കാലെടുത്ത് വെക്കുന്നവരാണ്. അവർക്കെല്ലാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠ്യപദ്ധതി തന്നെയാണ് ലളിതോപാഖ്യാനം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാനും നമ്മളോടൊപ്പം അതിനെ ആഴങ്ങളിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാനും നമ്മുടെ കൂടെ എന്നുള്ളത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടാണ്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് അക്കാദമിയുടെയും ഋതംബര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചെയർമാനും ഭാരതീയ ധർമ്മപ്രചാര സഭയുടെ ആചാര്യനുമാണ് അദ്ദേഹം. ഇന്ന് മനഃശാസ്ത്ര മേഖലയിലും ആധ്യാത്മിക മേഖലയിലും അദ്ദേഹം സുപരിചിതനാണ്, സജീവമാണ്. നമ്മുടെ ഈ ഒരു മഹത്തായ ഗ്രന്ഥത്തിലേക്ക്, അത്ഭുതങ്ങളിലേക്ക്, നമ്മളെ ആഴങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമ്മോടൊപ്പം ശ്രീനാഥ്ജി ഉണ്ടാവും. ശ്രീനാഥ്ജിയെ വളരെ സ്നേഹത്തോടെ ആദരമായി നമ്മളിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീനാഥ്ജി, സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ആദ്യമേ തന്നെ എന്നെ പുകഴ്ത്തി പറഞ്ഞ സ്മിത ചേച്ചിക്ക് ഒരുപാട് നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. രണ്ടാമതായിട്ട് ഈ ആധികാരികമായിട്ട് ഇന്ന് സ്മിത ചേച്ചി സാമാന്യം ആധികാരികമായിട്ടാണ് വിഷയത്തെ ഇപ്പം പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ആധികാരികമായിട്ടതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചുകൂടി ഹൃദയത്തോട് ചേർന്ന് നിന്ന് ഈ വിഷയത്തെ പറയുക എന്നുള്ളതാണ്.
പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ആധികാരികതയേക്കാൾ കൂടുതൽ എൻ്റെ വസ്തുതകളേക്കാൾ കൂടുതൽ നമ്മൾക്ക് നമ്മളെ ജീവിതവുമായി ഇത് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ആവശ്യം. കാരണം ഭാരതത്തിന് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. അതിരഹസ്യങ്ങളായ തത്വാർത്ഥങ്ങളെ മനോഹരമായ കഥകളായിട്ടാണ് ഭാരതം സൂക്ഷിച്ചു വെച്ചത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ കഥകൾ കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളതാണ്. കാരണം നമ്മളൊരു കഥ കേട്ടാല് നമ്മള് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. കാരണം കുട്ടിക്ക് കഥ കേൾക്കാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് കുട്ടികളെ നമ്മൾ ഉറക്കാനൊക്കെ ഒരു കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ കുട്ടികൾ അപ്പൊ തന്നെ വളരെ സന്തോഷമാവും. നേരെ മറിച്ച് കുട്ടികളോട് ഒരു കണക്കിന്റെ ഒരു ഇക്വേഷൻ പറഞ്ഞു തരാറിഞ്ഞാല് കൈ കിട്ടുന്ന സാധനത്ത് പിള്ളേർ തലക്കി അറിയും. കാരണം എന്താന്ന് വെച്ചാൽ ഇക്വേഷൻ ആർക്കും താല്പര്യമില്ല. എന്നാൽ അത് വേണ്ടതെന്ന് വെച്ചാൽ വേണമായിരുന്നു. അപ്പൊ തത്വചിന്ത പൊതുവെ ആർക്കും ഇഷ്ടമല്ല. തത്വചിന്ത ഒക്കെ നല്ലതാണ്, പക്ഷെ തത്വചിന്ത നേരിട്ട് പറഞ്ഞാൽ അത് നമുക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് ഭാരതം വളരെ മനോഹരമായിട്ട് വലിയ തത്വചിന്തകളെ, വലിയ തത്വങ്ങളെ മനോഹരമായിട്ട്, അതിമനോഹരമായ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഉണ്ടായത്. ആ കഥയിൽ എല്ലാ തത്വങ്ങളെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുരാണം, ലളിതോപാഖ്യാനം ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് എന്ന് നേരത്തെ സ്മിതേച്ചി പറഞ്ഞു. ബ്രഹ്മാണ്ഡ പുരാണം അതിന്റെ പേരിൽ അവസാനം പുരാണം എന്നുണ്ട്. പുരാണം എന്ന് പറഞ്ഞാല് കഥകള് ആണ് അല്ലേ. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, അറിവിനെ ഭാരതം സൂക്ഷിച്ചത് ഒന്ന് അറിവായിട്ട് തന്നെ സൂക്ഷിച്ചു. ഇപ്പൊ വേദം, വിദ് ധാതു എന്നാണ് വേദം എന്നുള്ള വാക്കുണ്ടായത്. അറിവിനെ, അതായത് സൂത്രങ്ങളായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ സൂത്രങ്ങള് ഭാവനോപനിഷത്ത് സൂത്രങ്ങളാണ്. ആ സൂത്രങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്കതൊരാൾ വ്യാഖ്യാനിച്ച് തരണം. നമ്മൾ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ആ സൂത്രത്തെ നമുക്ക് എത്ര വേണം വ്യാഖ്യാനിക്കാൻ പറ്റും. സൂത്രം എന്ന് പറഞ്ഞ ഒരു താക്കോലാണ്. ആ താക്കോൽ ഉപയോഗിച്ച് നമ്മൾ തുറന്നാൽ വലിയ വിശാലമായ ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. അപ്പൊ സൂത്രങ്ങൾ, നാരദ ഭക്തി സൂത്രം, അതുപോലെ കുറെ സൂത്രങ്ങൾ നമുക്ക് കാണാം അല്ലേ. പാതഞ്ജല യോഗ സൂത്രം, അങ്ങനെയൊക്കെ കാണാം. സൂത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ വരി ഉണ്ടാവും. ആ വരിയെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പം, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ അറിയുന്നവർ വ്യാഖ്യാനിച്ച് തരുമ്പം വളരെ വലിയ ഒരു അറിവായിട്ട്, വ്യാഖ്യാനമായിട്ട് നമുക്ക് കിട്ടും. ഇനി ആ സൂത്രങ്ങൾ എല്ലാവർക്കും എത്ര ഇഷ്ടപ്പെടും. ഇപ്പം ഞാൻ പറയാം, എത്ര ആൾക്കാർ ഇവിടെ പാതഞ്ജലി യോഗ സൂത്രം വായിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. വായിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അത് വായിച്ച് നമുക്ക് ഒരാൾ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അതൊരു സൂചനയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നമ്മളെപ്പോലെ ആൾക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു, ഉത്തര പ്രത്യുത്തരങ്ങളായിട്ട് പറഞ്ഞു. ഉപനിഷത്ത് സ്വീകരിച്ചൊരു മാർഗം അതാണ്, ഉത്തര പ്രത്യുത്തരങ്ങൾ. ഇപ്പൊ ഗീതയൊക്കെ ഉപനിഷത്താണ്, അത് ഉത്തര പ്രത്യുത്തരങ്ങളാണ്. ഗുരുനാഥന് ഉത്തരം പറയും, അപ്പൊ ശിഷ്യൻ അടുത്ത ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിക്കും, ഗുരുനാഥൻ ഉത്തരം പറയും. അപ്പൊ നമ്മൾ ആ ഉത്തരം കേൾക്കുന്ന നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന ചോദ്യമാണ് ശിഷ്യൻ അടുത്തായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഈ ഗീതയൊക്കെ വായിക്കുമ്പോൾ ഞാൻ പണ്ടിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഈ കൃഷ്ണൻ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വരും. ആ കറക്റ്റ് ചോദ്യമായിരിക്കും അർജുനൻ ചോദിച്ചിട്ടുണ്ടാവുക. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ ചോദ്യം എങ്ങനെ ഈ അർജുനന് മനസ്സിലായി എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ എൻ്റെ ചോദ്യം അർജുനന് മനസ്സിലായതല്ല, ആ ഉത്തരം കേട്ട ലോകത്ത് ഏതൊരു മനുഷ്യനും ആ ചോദ്യം ഉണ്ടാവും. അപ്പം ചോദ്യങ്ങള് നമ്മളെ മനസ്സിൽ കൊണ്ടുവന്ന് അതിന് ഉത്തരം തരിക. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കല്ല ചെയ്തത്, അനേകായിരം ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ആ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞ്, അതിൽ നിന്ന് 100 ചോദ്യം ഉണ്ടാവും, അതിന് ഉത്തരം പറഞ്ഞ് അതിൽ നിന്ന് 1000 ചോദ്യം ഉണ്ടാവും, അതിന് ഉത്തരം പറഞ്ഞ് അതിങ്ങനെ വിശദമായിട്ട് പോകും. അത് ഉത്തര പ്രത്യുത്തരങ്ങളായിട്ട് പറയുന്ന രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ കഥയിൽ യാതൊരു യുക്തിയും ഉണ്ടാവണമെന്നില്ല. അപ്പൊ പുരാണത്തിൽ തന്നെ പുരാണവും ഇതിഹാസവും ഉണ്ട്. രാമായണം പുരാണമായിട്ടല്ല പറയാ, രാമായണവും മഹാഭാരതവും ഇതിഹാസമായിട്ടാ പറയാ. കാരണം എന്താ, അതില് കുറച്ചും കൂടി സംഭവിച്ച കാര്യങ്ങളെ, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്നത്. അത് രാമായണം, ഇപ്പൊ ശ്രീരാമനും ലക്ഷ്മണനും സീതയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് രാമായണത്തിൽ പറയുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇന്നുണ്ട്. ശ്രീലങ്ക ഉണ്ട്, രാമേശ്വരം ഉണ്ട്, അതുപോലെ എല്ലാ സ്ഥലമുണ്ട്. ശ്രീരാമൻ ജനിച്ച സ്ഥലം, സീത ജനിച്ച സ്ഥലം, ഈ പറയുന്ന എല്ലാ സ്ഥലവും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും. രാമായണത്തിൽ പറയുന്ന എല്ലാ ഭാഗങ്ങളും, എല്ലാ സ്ഥലങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അതിന്റെ കാലഘട്ടവും നമുക്ക് രാമന്റെ ജാതകമൊക്കെ ഗണിച്ച ആൾക്കാരുണ്ട്.
അപ്പൊ അത് ഉണ്ടായ കഥയാണ്. പക്ഷെ ആ ഉണ്ടായ കഥ എങ്ങനെ തന്നെയാണോ സംഭവിച്ചതെന്ന് വെച്ചാൽ ആയിരിക്കില്ല. ആ ഒരു സംവിധാനത്തെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ടുണ്ടാവും. അതിനെ കുറച്ചും കൂടി അതൊരു സിനിമയാക്കുമ്പോൾ നമ്മളൊരു യഥാർത്ഥ കഥയെ സിനിമയാക്കുന്ന സമയത്ത് ആ സംവിധായകൻ അല്ലെങ്കിൽ ആ കഥ എഴുതുന്ന ആള് അതിനോട് തിരക്കഥ എഴുതി ചേർക്കുന്നത് പോലെ ഈ രാമന്റെയും സീതേന്റെയും കാര്യത്തിലൊക്കെ കുറച്ചും കൂടി അത് കഥയാക്കിയ സമയത്ത് ആ എഴുതുന്ന ആളുടെ സ്വാതന്ത്ര്യം അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്നാൽ അതിൽ നടന്ന കാര്യങ്ങളും നടന്ന സ്ഥലങ്ങളും നടന്ന കാലഘട്ടവും സത്യമായിരിക്കും. നമുക്കതിന് പ്രൂഫ് ഉണ്ടാവും ഇതിനകത്ത്. ആ പുരാണം എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രൂഫും ഇല്ലാത്ത സാധനമാണ്, ഒരു ലോജിക്കും ഇല്ലാത്ത സാധനമാണ്. ഒരു ലോജിക്കും പുരാണത്തിലെ കഥ പാലിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലോജിക്കും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ. കാരണം അവിടെ യുക്തിക്ക് ഇപ്പം നമ്മളിപ്പം പുരാണത്തിൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ചെയ്തു. ഇങ്ങനെ ഇപ്പം ലളിതോപാഖ്യാനത്തില് ഹയഗ്രീവ അഗസ്ത്യ സംവാദമാണ് ലളിതോപാഖ്യാനത്തിലെ 1-ാമത്തെ അധ്യായം. അതിൽ ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ കുതിര തലയൻ എന്നാണ് മലയാളത്തിൽ അയാൾ വിളിക്കുകയാണെങ്കിൽ അല്ലേ. നിങ്ങൾ ഹയഗ്രീവ മഹർഷി അല്ല ഹയഗ്രീവ എന്നൊക്കെ തൊഴുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ കുതിരത്തലയാ നമസ്കാരം എന്ന് പറയേണ്ടി വരും. കുതിരേന്റെ തലയുള്ള ആളാണ് ഹയഗ്രീവൻ. അപ്പൊ അതിനൊരു കഥയൊക്കെ ഉണ്ട്. പണ്ട് മഹാവിഷ്ണു ഇങ്ങനെ വളരെ ഉറങ്ങിപ്പോവുകയും ആ മഹാവിഷ്ണു ഉണങ്ങിപ്പോയാൽ ലോകത്തിന്റെ അവസ്ഥ വളരെ അപകടവും. കാരണം വിഷ്ണു പാലനത്തിന്റെ ആളാണ്. അപ്പൊ വിഷ്ണു ആരാന്ന് നോക്കുമ്പോൾ പിന്നെ ചർച്ച ചെയ്യട്ടോ. നമ്മള് കഥ പറഞ്ഞു പോകുമ്പോ കഥ കേട്ടതിന് ശേഷം കഥയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം നമ്മൾ അത്ഭുതപ്പെടും. നമുക്ക് വലിയ ഓരോ ഇൻസൈറ്റ്, ഓരോ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഓരോ അറിവ് പൊങ്ങി വരുന്ന പറയാം. അപ്പൊ വിഷ്ണു ആരാണ്, ആ വിഷ്ണുവിന് എന്തുകൊണ്ടാണ് പേരിട്ടത് അല്ലേ? വ്യാപ്നോതി ഇത് വിഷ്ണു, വ്യാപിച്ചു നിൽക്കുന്നത്. എന്റെ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന എന്താണ്? എന്റെ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് എന്റെ ബോധമാണ്, മനസ്സാണ്. ആ മനസ്സ് ഉറങ്ങിപ്പോയ എന്താ അവസ്ഥ? ആ ബോധം ഇല്ലാതായി പോയ എന്താ അവസ്ഥ? ബോധം ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? വലിയ അബദ്ധം തന്നെയാ. ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ബോധം ഉണ്ടെന്ന് അഭിപ്രായമൊന്നുമില്ല. എന്നാലും ബോധം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ബോധത്തെ ഉണർത്തണം. അപ്പൊ ബോധത്തെ ഉണർത്തുക അതാണ് ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധ ഉണ്ടാക്കുക എന്നൊക്കെയാണ്. അങ്ങനെ എന്തായാലും കഥയിലേക്ക് വരുമ്പോ പലപ്പോഴും ഞാൻ ഈ കഥയെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കും ആൾക്കാർ വരാ കഥേന്റെ സൗന്ദര്യം പോയിന്നാ. കഥയ്ക്കൊരു സൗന്ദര്യമുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് യുക്തി അന്വേഷിക്കാൻ പോയാൽ കഥേന്റെ സൗന്ദര്യം പോയി, അത് വേറെയാണ്. എന്നാലും പോട്ടെ. കാരണം ആനയും ഉറുമ്പിന്റെയും കഥ കേൾക്കാൻ ആനയും ഉറുമ്പും കൂടി ഒരുപാട് സീരീസ് ഉണ്ട്. ആനയും ഉറുമ്പും കൂടി അമ്പലത്തിൽ പോയ കഥയൊക്കെ ഉണ്ട്. ആനയും ഉറുമ്പും കൂടി അമ്പലത്തിൽ പോയി അങ്ങനെ നോക്കിയ സമയത്ത് പിന്നെ തിരിച്ചു വന്ന് ഓരോ കഥ ഉണ്ടാവും. ഈ അതിലെ യുക്തി ഉണ്ടാവില്ല ഇതിനകത്ത്. അപ്പം അവിടെ നോക്കണ സമയത്ത് ആനയും ഉറുമ്പും കൂടി എങ്ങനെ അമ്പലത്തിൽ പോവാ, അല്ലെ ആനയും ഉറുമ്പും കൂടി എങ്ങനെ കല്യാണം കഴിക്കുക? അത് രണ്ട് എക്സ്ട്രീം അവസ്ഥയാണ്. ആന എന്ന് പറഞ്ഞാൽ വലുതിൽ ഏറ്റവും വലുതും, ഉറുമ്പ് എന്ന് പറയുന്നത് ചെറുതിൽ ഏറ്റവും ചെറുതുമായ രണ്ട് വസ്തുക്കളെ ചേർത്തുണ്ടാക്കുന്ന ഒരു കഥയാണ്. അത് കേൾക്കാനൊരു സുഖമുണ്ട്. എന്നിട്ട് ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു മേലാൽ നടക്കരുത്, ആന ഉറുമ്പ് കൂടി അമ്പലത്തിൽ പോവുക, മേലാൽ ഇമാരി വൃത്തിയോട് പറയാണോ എന്ന് ചോദിച്ചില്ല. കാരണം നമ്മളൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ഞാനും ഇപ്പോൾ ഇടയ്ക്ക് സെർച്ച് ചെയ്ത് നോക്കല്ല ആന ഉറുമ്പിന്റെ കഥ. അത് വായിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. കാരണം നമ്മളെ ഉള്ളിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. അവിടെ യുക്തിക്ക് പ്രാധാന്യം. നമ്മളെല്ലാവരും ഈ യുക്തി അന്വേഷിച്ച് പോകുന്ന ആൾക്കാരല്ല. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ യുക്തി അന്വേഷിച്ച് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പുരാണത്തിലെ യുക്തിക്ക് പ്രാധാന്യമില്ല. നമ്മൾ പുരാണത്തിലെ പ്രത്യക്ഷത്തിൽ അതിന്റെ യുക്തി അന്വേഷിക്കരുത്. അതിലെ യുക്തി അന്വേഷിച്ചാൽ ഇന്നത്തെ തലമുറ നമ്മളെ, അല്ലെങ്കിൽ വരുന്ന ഒരു തലമുറ നമ്മളെ ചോദ്യം ചെയ്യുന്ന, നമ്മളെ കുടുക്കുന്ന, നമ്മളെ വെട്ടിലാക്കുന്ന വലിയൊരു മേഖല ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. രാമായണത്തിൽ ചോദ്യം ചോദിക്കും, ശ്രീരാമൻ സീതേനെ ഉപേക്ഷിച്ച് ശരിയാണോ? ഗർഭിണിയായ ആളെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? അങ്ങനെ ആൾക്കാർ ചെയ്ത് തെറ്റല്ലേ? ഇതിഹാസമാണ് സ്വാഭാവികം. ഇതിഹാസത്തിനൊരു പുരാണത്തിന്റെ ഛായ ഉണ്ട്. അതുപോലെ വരുമ്പോ ആനേന്റെ പിന്നെ ഗണപതിക്ക് എങ്ങനെ ആനേന്റെ തല എന്നാ നടക്കുവോ അല്ലേ? അങ്ങനെ കുറെ കഥകൾ ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന ഇപ്പം ആൾക്കാരെ ചോദ്യമുണ്ട്. മഹാബലി ഇത്രയും നല്ലൊരാള്, നമ്മളെ മഹാബലിന്റെ പേരിൽ ഒരു ഓണം തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, ഇതത്രയും വലിയ കേമനായിട്ടുള്ള ഒരാളെ നിങ്ങളെ ദൈവം വിഷ്ണു വാമനായി വന്ന് ചവിട്ടി താത്തിയില്ലേ? ഇത് എന്താണ്? നീതിന്റെ മുകളിൽ അനീതിയല്ലേ പ്രവർത്തിച്ചത്? മഹാബലിയായ പോലെ നല്ലൊരാൾ എന്തിനാണ് ദൈവം വന്ന് ചവിട്ടിക്കൊന്നത്? അപ്പൊ ഞങ്ങളെ നേതാവ് മഹാബലിയാണ്, ഞങ്ങളെ നേതാവ് വാമൻ അല്ല എന്നൊക്കെ ചില പ്രത്യയ ശാസ്ത്രക്കാര് ഇടക്കാലത്ത് അതിന് വേണ്ടിയിട്ട്, മഹാബലിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. ഇംഗ്ലാബൊക്കെ വിളിച്ചിട്ടുണ്ട്, മഹാബലിയാണ് ഞങ്ങളെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നോക്കുമ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളെ പൂർവികർക്ക് തെറ്റ് പറ്റിയോ? മഹാബലിനെ എങ്ങനെ ചവിട്ടി താത്താൻ പാടുണ്ടോ എന്ന് ചോദിക്കും. അവിടെ മഹാബലി എന്താണ്, വാമൻ എന്താണ്? ആനേന്റെ ഉറുമ്പിന്റെ കഥ തന്നെയാണ് അവിടെ. മഹത്ത് എന്ന് പറഞ്ഞാൽ വലുത്,
ഏറ്റവും വലുത് അഹന്തയാണ്. ഇപ്പൊ മഹാബലിയുടെ അഹന്തയാണ്, മഹാബലിന്റെ അഹന്തയാണ്, അഹങ്കാരാണ്. മഹാബലി ഞാൻ ദാനം ചെയ്യുന്നു, ഞാൻ ദ ഗ്രേറ്റ് മീ, ഞാൻ ഏറ്റവും വലിയ ഞാനാണ് എല്ലാവർക്കും ദാനം കൊടുക്കുന്നത്, ഞാൻ ദാനം തരാം എന്ന് പറയുമ്പോൾ ഈ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഞാൻ എന്നുള്ള ബോധം, വലിയ ബോധം, അഹങ്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ അഹങ്കാരമുള്ള ആൾക്കാർ നല്ല ആൾക്കാരല്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല. അഹങ്കാരം എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം നമുക്ക് ആ ഈശ്വരനെ, ഞാൻ വലുതാവുമ്പോൾ ഞാൻ ഇല്ലാതാവുമ്പോഴാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഞാൻ എത്രത്തോളം വലുതാവുന്നോ അപ്പൊ ഒരിക്കലും ഈശ്വരൻ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഞാൻ ഇല്ലാതാവുമ്പം ഈശ്വരൻ ഉണ്ടാവും. ഞാനാണ് ഈശ്വരനെ തടഞ്ഞു നിർത്തുന്നത്, ഞാനാണ് എന്നിലേക്ക് വരുന്ന ഈശ്വരനെ തടഞ്ഞു നിർത്തുന്നത്. എന്നാൽ ഈശ്വരൻ എന്നിൽ ഇല്ല വെച്ചുണ്ട്. രവീന്ദ്രനാഥ ടാഗോറിന്റെ വളരെ മനോഹരമായ ഒരു സോണറ്റ് ഉണ്ട്. ഇയാള് സന്ധ്യാസമയത്ത് രാത്രി ഇയാള് ഒരു നദി കൂടി തോണിയിൽ ഇങ്ങനെ പോവാ. അപ്പൊ നിങ്ങൾ ചോദിക്കും നദി കൂടി അല്ലേ തോണി പോവാന്ന്? കേരളത്തിലെ റോഡും കൂടി പോവാ വേറെ. അങ്ങനെ നദി കൂടി റോഡുമില് തോണിയിൽ ഇങ്ങനെ പോണ സമയത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അയാൾ ഒരു കവിത വായിക്കുന്നുണ്ട്. അങ്ങനെ കവിത വായിച്ച് കുറച്ച് ബോറടിച്ചപ്പോ മൂപ്പര് ഈ മെഴുകുതിരി ഊതിക്കെടുത്തിയപ്പോഴാണ് ഒരു പൗർണമിയായിരുന്നു. നിലാവിന്റെ സൗന്ദര്യം അയാൾക്ക് ആസ്വദിക്കാൻ പറ്റുക. ആ നിലാവില് മലയും പുഴയും തോണിയും ഇതെല്ലാം കൂടി കണ്ടപ്പം ആനന്ദ ചിത്തനായി പോയി. അധിക ഗംഭീരമായ ആഹ്ലാദം ഉണ്ടായി. ആ നിലാവ്, പൗർണമി നിലാവ്, ചന്ദ്രിക ഈ തോണിയിലേക്ക് വന്നപ്പോ ആ സമയത്ത് അയാളെ മെഴുകുതിരിനെ നോക്കിയിട്ട് മെഴുകുതിരിയോട് പറയുന്നുണ്ട്, ഇത്ര വലിയൊരു സൗന്ദര്യത്തെ എന്നിൽ നിന്ന് മറച്ചു പിടിച്ചത്, എന്നിലേക്ക് വരുന്നത് ഒഴിവാക്കിയത് ഈ ചെറിയ മെഴുകുതിരിന്റെ വെളിച്ചല്ലേ? ആ ചെറിയ മെഴുകുതിരിന്റെ വെളിച്ചം ഊതിക്കെടുത്തിയപ്പോഴാണ് ആ മനോഹരമായ ചന്ദ്രിക ഇതിലേക്ക് വന്നത്. സത്യത്തില് ചന്ദ്രിക അങ്ങോട്ട് വന്നല്ല. ചന്ദ്രിക എങ്ങനെ അപ്പുറത്ത് മേത്തിരി ഊതിക്കെടുത്തിയതിന് പോയേക്കാം എന്ന് പറഞ്ഞ് മേത്തിരി ഊതിക്കെടുത്തിയാലും ചന്ദ്രിക അങ്ങോട്ട് പോയതല്ല. ചന്ദ്രിക നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് അത് അനുഭവിക്കാൻ പറ്റാതായത് ഈ മെഴുകുതിരി ഉള്ളതുകൊണ്ടാണ്. മെഴുകുതിരി ഇല്ലാതായപ്പം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന നിലാവിനെ ആസ്വദിക്കാനും അറിയാനും പറ്റി. ഈ മെഴുകുതിരിയാണ് എൻ്റെ ഉള്ളിലെ ഞാൻ. എൻ്റെ ഉള്ളിലെ ഈ ഞാൻ എത്ര കാലമുണ്ടോ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഈശ്വരനെ എനിക്ക് അറിയാൻ സാധിക്കില്ല. എന്നാൽ ആ ഞാൻ മെഴുകുതിരിയുടെ വെളിച്ചം ഊതിക്കെടുത്തുമ്പം അവിടെ തന്നെയുള്ള നിലാവിനെ ആസ്വദിക്കാൻ പറ്റിയതുപോലെ ഇവിടെ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ദേവിയെ എനിക്ക് ആസ്വദിക്കാൻ പറ്റും. ആ മെഴുകുതിരി എത്രത്തോളം ശക്താണോ അത്രത്തോളം ഈ എൻ്റെ ഉള്ളിലെ ഞാൻ എത്രത്തോളം ശക്താണോ എനിക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ഞാനിനെ ഇല്ലാതാക്കാനാണ് ആ മഹാബലിയെ ആരാണ് ചവിട്ടി താത്തിയത്? വാമനൻ. ഒരു വിരലിന്റെ അത്ര ഉള്ള ആളാ, ചെറിയ ആളാ വന്ന് ചവിട്ടി താത്തിയത്. അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധം ഉണ്ടാവുന്നു. ആ യുദ്ധത്തിൽ നിന്ന് ഒരു പുതിയ പ്രത്യയശാസ്ത്രം ഉണ്ടാവുന്നു. ആ പ്രത്യയശാസ്ത്രങ്ങൾ വളരും, അങ്ങനെ ലോകം മുന്നോട്ട് പോകുന്നൊക്കെ പലരും പറയാറുണ്ട്, പല പ്രത്യയശാസ്ത്രങ്ങളും പറയാറുണ്ട്. പക്ഷെ ഭാരതത്തിന്റെ രീതി അതല്ല. വൈരുദ്ധ്യമല്ല, വൈരുദ്ധ്യങ്ങളുടെ സമരസതയാണ് ഭാരതം. എല്ലാ സ്ഥലത്തും വൈരുദ്ധ്യം കാണാം. അപ്പൊ ഈശ്വരനെ കുറിച്ചുള്ള നമ്മളുടെ വ്യാഖ്യാനമൊക്കെ നോക്കിയാൽ അറിയാം. അണോരണീയാൻ മഹതോ മഹീയാൻ, അണുക്കളിൽ വെച്ച ഏറ്റവും അണുവായത്, മഹത്തിൽ വെച്ച ഏറ്റവും മഹത്തായത്, അല്ലെ? ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, ചലിക്കുന്നതും ചലിക്കാത്തതും, ഇതൊക്കെ ഈശ്വരനല്ലാത്തതൊന്നുമില്ല. അപ്പൊ വൈരുദ്ധ്യം എന്ന് പറയുന്ന സാധനം സത്യത്തിൽ നമുക്കില്ല. വൈരുദ്ധ്യം നമുക്ക് തോന്നുകയാണ്, അത് വൈരുദ്ധ്യമല്ല, അത് പാരസ്പരികമാണ്. അത് മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. നമുക്ക് ഏറ്റവും സുന്ദരിയായ, ലോകത്ത് അതീവ സുന്ദരിയായ, ഇനി അങ്ങോട്ട് സൗന്ദര്യം ഇല്ല, അങ്ങനെ സുന്ദരിയായ പാർവതി ഇഷ്ടപ്പെടുന്നത്, കല്യാണം കഴിക്കുന്നത് ശ്മശാനവാസിയായ ശിവനെയാണ്. ജട പിടിച്ചിട്ടുണ്ട്, കുളിക്കാറില്ല, ശ്മശാനത്തിലെ ഭസ്മൊക്കെയാണ് മേല് പൂശിയത്. കൂടെയാണെങ്കിൽ ഭൂതങ്ങളും പിശാചുക്കളും, പേയും പിശാചും ഭൂതങ്ങളാണ് എപ്പോഴും. ആ മനുഷ്യനെയാണ് അതീവ സുന്ദരിയായ പാർവതി ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതും. ആ ശിവന്റെ മടിയിലാണ് ദേവി ഇരിക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞു, വൈരുദ്ധ്യങ്ങള് വിരുദ്ധമല്ലാതെ വൈരുദ്ധ്യങ്ങളുടെ പൂരകമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സമരസം ആണ് ഭാരതത്തിൽ എങ്ങോളം കാണാനുള്ളത്. ഇപ്പൊ മഹാബലിയും വാമനും ആനയും ഉറുമ്പും എന്ന് പറഞ്ഞതുപോലെ
വലുതും ചെറുതും രണ്ടും ഈശ്വരൻ തന്നെയാണ്. അവിടെ വലിയ ഞാനിനെ ഇല്ലാതാക്കുന്നത് ചെറിയ ഈശ്വരനാണ്, വാമനാണ്. അതെ, അപ്പൊ അവിടെ മഹാബലിനെ വാമന ചവിട്ടി താത്തി നല്ല മനസ്സിലാക്കി. അപ്പം ഭാരതം എപ്പോഴും ഇതുപോലെ ആ സത്യത്തെ, അതിനകത്തൊരു സത്യത്തെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കഥ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളതുകൊണ്ടാണ് കഥാരൂപത്തിൽ പറഞ്ഞു വെച്ചത്. മാത്രമല്ല ഭാരതത്തിലെ ഋഷിമാര് അതീവ കവികളുമായിരുന്നു. ഒരേ സമയത്ത് അവർ തത്വചിന്തകന്മാരായിരുന്നു, അതിലുപരിയായിട്ട് അവർ കവിത്വമുള്ളവരായിരുന്നു. അവരൊക്കെ കവിതയായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തില് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കവിതയെ നമുക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് അതീവ തത്വചിന്തയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മനോഹരമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. നമുക്കുണ്ടായ സൂത്രങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഉപനിഷത്തുക്കളാണോ ഒക്കെ അതേപോലെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏത് ടെക്സ്റ്റ് ആണെങ്കിലും അതിൽ നിന്ന്, ആ കഥയിൽ നിന്ന് ആ തത്വത്തെ വേർതിരിച്ച് അറിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ചിലപ്പോൾ നമുക്ക് ഒരാൾ പറഞ്ഞു തരേണ്ടി വരും. അതൊരു ട്രാക്കാണ്. ആ ട്രാക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലാസ്സിന് നിങ്ങൾ ചേരണ്ട. പുസ്തകം വായിച്ച് കണ്ണടച്ചിരുന്നാൽ അതിങ്ങനെ തെളിഞ്ഞു വരും. ഇതെന്താണ് സാധനം, ഇതെന്താണ് സാധനം. ഇപ്പൊ രാമായണം വായിക്കുമ്പോൾ നമ്മൾ രാമായണം വായിച്ച് പുസ്തകം അടക്കി വെച്ച് കണ്ണടച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ കുംഭകർണൻ എന്ന് പറയുന്നത് തമോ ഗുണാണല്ലോ, ഇതിൽ രാവണൻ എന്ന് പറയുന്നത് രജോ ഗുണാണല്ലോ, വിഭീഷണൻ എന്ന് പറയുന്നത് സത്വഗുണാണല്ലോ, എൻ്റെ തന്നെ ഉള്ളിലുള്ള 3 ഗുണങ്ങളെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ എല്ലാ കൊല്ലവും രാമായണം വായിച്ചിട്ട് വെറുതെ വായിക്കുന്ന സമയവും അത് നഷ്ടമാകുക എന്നല്ലാതെ ആ സമയത്ത് നല്ലൊരു സിനിമ ആണ് അല്ലേ. അങ്ങനെ എല്ലാ കൊല്ലവും ഒരേ സാധനം ഇങ്ങനെ വായിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? വായിക്കുന്നതിൽ നിന്ന് എപ്പോഴെങ്കിലും ഒക്കെ ആ തത്വത്തെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കണം. അതിലൊരു മെസ്സേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാ പുരാണത്തിലും എല്ലാ ഉപനിഷത്തിലും എല്ലാത്തിലും ഈ ഒരു തത്വം ഭാരതം പാലിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായി വളരെയധികം സൂക്ഷ്മമായി ഈ വിഷയങ്ങളെ ഒളിപ്പിച്ചു വെച്ച 2 പുസ്തകങ്ങളാണ് നമുക്ക് വളരെ ആഴത്തിൽ. ധാരാളം പുസ്തകം ഉണ്ടാവും കേട്ടോ, ഇല്ല എന്ന് പറഞ്ഞുകൂടെ. ഞാൻ വായിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അറിവിൽ, എൻ്റെ വായനയിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയ 2 പുസ്തകങ്ങളാണ്. ഒന്ന് ലളിതോപാഖ്യാനവും, 2 ദേവി മഹാത്മ്യവും. ദേവി മഹാത്മ്യത്തിൽ വളരെ വിശദമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദേവി മഹാത്മ്യത്തിലെ ക്ലാസ് കേട്ടവർക്കറിയാം. അതിൽ എന്ത് മൈന്യൂട്ടായിട്ടാണ് മനസ്സിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. ആ പേര് ഒക്കെ, ആ പേരിനെ നമ്മൾ അന്വയിച്ചാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലെ. എല്ലാത്തിലും ഉണ്ട്. നമുക്ക് എല്ലാ പുരാണത്തിലും ഒരേ കാര്യം പറയുന്നത്. ഏത് ടെക്സ്റ്റ് എടുത്താലും, ദേവി മഹാത്മ്യം എടുത്താലും, ഇനി ലളിതോപാഖ്യാനം എടുത്താലും, നിങ്ങൾ ഏതൊക്കെ ടെക്സ്റ്റ് എടുത്താലും അതിലൊക്കെ ഒരേ കാര്യത്തെ തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അത് എൻ്റെ ഉള്ളിലുള്ള ആസുരിക ശക്തിയുടെ മുകളിൽ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ദേവത വിജയിക്കുന്നതാണ്, ദേവത പ്രത്യക്ഷപ്പെടുന്നതാണ്. ആ ദേവതയെ, ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. വളരെ വിശദമായിട്ട്, വളരെ മൈന്യൂട്ടായി, ലോകത്തുള്ള ഏറ്റവും വലിയ മനഃശാസ്ത്രന്മാർ പോലും നമിച്ചു പോകുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ മനസ്സിലെ വികാരങ്ങളെ കുറിച്ചും ചിന്തകളെ കുറിച്ചൊക്കെയാണ് ഇതിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ അത് പ്രത്യേകിച്ച് കഥാപാത്രങ്ങളായിട്ടാണ് പറഞ്ഞു വെച്ചതെന്ന് മാത്രം. ആ കഥാപാത്രങ്ങൾ വളരെ വിശദമായിട്ട് നമ്മുടെ ദേവി മഹാത്മ്യത്തിലെ സുരതനും സമാധിയും, അവർക്ക് 2 ആൾക്കും രാജു കുടുംബം നഷ്ടപ്പെട്ടപ്പം എന്താണ് പോംവഴി എന്ന് പോയി അവർ അന്വേഷിക്കുന്നത്. പിന്നെ സുമേധസ് എന്ന് പറയുന്ന ആളെടുത്താണ്. സുമേധസ് പറഞ്ഞു കൊടുക്കുകയാണ്. നേരിട്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഒരു കഥ പറഞ്ഞു കൊടുത്തു. അത് ദേവിയുടെ കഥയാണ്, ചണ്ഡികയുടെ കഥയാണ്. ഒരു കഥ കേട്ടിട്ട് മനസ്സിലാവാത്തോണ്ട് വീണ്ടും 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 ഒരേ കഥ പല രീതിയിൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുറെ പ്രാവശ്യം കേട്ടപ്പം ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ അവര് വീണ്ടും സുരഥനും സമാധിയുമായി. സമാധി എന്ന് പറഞ്ഞാൽ ഒരേപോലെ ബുദ്ധിയുള്ള ആള്. സുരഥൻ എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങളുടെ മുകളില് തന്റെ വികാരങ്ങളുടെ മുകളിൽ സ്വാധീനമുള്ള ആള്. മറ്റേ നമ്മളൊക്കെ വികാരത്തിന് അടിമപ്പെടുന്നവരാണ്. വികാരത്തിന്റെ മുകളിൽ നമുക്ക് സ്വാധീനമില്ല. അപ്പൊ വികാരത്തിന് അടിമപ്പെടുന്ന ആൾക്ക് ഏത് കാലവും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നല്ല ബുദ്ധി വിവരമുള്ള ആളാണല്ലോ,
എന്നിട്ട് ഞങ്ങൾക്ക് എന്താ അങ്ങനെയൊക്കെ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ജ്ഞാനിനാം അഭിചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്നാണ്. ഇതേ കാര്യം തന്നെ നമുക്ക് ലളിതോപാഖ്യാനത്തിൽ കാണാൻ സാധിക്കും. ഇതൊക്കെയായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്, അഗസ്ത്യൻ ചോദിക്കുന്നുണ്ട്, ആ സബ്ജക്റ്റിലേക്ക് വരാതെ. അതേപോലെ വളരെ ശക്തമായി അതിനേക്കാൾ ദേവി മഹാത്മ്യത്തെക്കാൾ വിശദമായിട്ട്, ദേവി മഹാത്മ്യത്തിലാകെ 13 അധ്യായമുള്ളൂ. അതിൽ ആദ്യത്തെ ഒരു അധ്യായം മാത്രമേ കുറച്ച് വലിയ അധ്യായമുള്ളൂ, പിന്നീടൊക്കെ ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. എന്നാൽ അത് ലളിതോപാഖ്യാനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു 100 ദേവി മഹാത്മ്യം കൂടിയാൽ വരുന്ന ഒരു പുസ്തകമാണ് ലളിത ഉപാഖ്യാനം. ലളിതയുടെ കഥ പറയുന്നതാണ് ലളിതോപാഖ്യാനം. ലളിത കഥ പറയാന്ന് പറയുമ്പം അത് കഥയല്ല, കഥ നമുക്ക് കേൾക്കാൻ താല്പര്യത്തിന് വേണ്ടി നമ്മളോട് പറയാം. അത് 40 അധ്യായങ്ങളായിട്ട് ആണ് പറയുന്നത്. ഈ ഓരോ അധ്യായത്തിലും ശരാശരി 100 ശ്ലോകങ്ങളുണ്ട്. ശരാശരി ചിലതിൽ 60 ശ്ലോകങ്ങളേ ഉള്ളൂ, പക്ഷെ ചിലതിൽ 130 ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ശരാശരി 100 ശ്ലോകങ്ങൾ ഒരു അധ്യായത്തിലുണ്ട്. ഇങ്ങനെ 40 ആവുന്ന സമയത്ത് ഏതാണ്ട് 4000 ശ്ലോകങ്ങൾ ലളിതോപാഖ്യാനത്തിലുണ്ട്. ഈ 4000 ശ്ലോകങ്ങൾ അത് ഓരോ ശ്ലോകവും ഒരു ദിവസം വേണം പറയാൻ വേണ്ടിയിട്ട്, കാരണം അത്ര ഡീപ്പായിട്ടാണ് അത് പറഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ എടുത്താൽ പോലും നമുക്ക് ലളിതോപാഖ്യാനം ഒന്ന് പഠിക്കാൻ നമ്മൾ ലൈഫ് ടൈം വേണ്ടി വരും. അത്ര ഇൻഡെപ്തിലാണ് ഈ സാധനം അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ പല കാര്യങ്ങൾ സത്യത്തില് ഈ ലളിതോപാഖ്യാനത്തിന്റെ ഒരു വായനയിൽ എനിക്ക് മനസ്സിലായത്, പണ്ട് എൻ്റെ ഗുരുനാഥൻ പണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ എങ്ങനെയാണ് ഈ ലളിതോപാഖ്യാനം വായിക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ ഇതിലേക്ക് വന്ന സമയത്ത് അന്ന് പറഞ്ഞത്, ലളിതോപാഖ്യാനത്തില് 32 അധ്യായങ്ങളെ ശരിക്ക് ലളിതോപാഖ്യാനത്തിന്റെ ഭാഗമായിട്ടുള്ളൂ. ബാക്കി 8 അധ്യായങ്ങൾ പ്രക്ഷിപ്തങ്ങളാണ്, എഴുതി ചേർക്കപ്പെട്ടതാണ്. ഞാൻ അതെങ്ങനെ മനസ്സിലാവുക? അത് വായിച്ചാൽ മനസ്സിലാവും. വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. കാരണം ഒരു ടെക്സ്റ്റിന് പൊതുവായി ഒരാശയമുണ്ട്. ആ ആശയം മനസ്സിലായാൽ ആ ആശയത്തോട് ചേർന്ന് നിൽക്കാത്തത് അതിന്റെ ഭാഗമല്ല, എഴുതി ചേർക്കപ്പെട്ടത് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ എനിക്ക് മനസ്സിലായ ഇതിന്റെ ഭാഗമല്ല എന്ന് മനസ്സിലായ ചില അധ്യായങ്ങളുണ്ട്. അത് ആ ഒരു വായനയിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം ആദ്യത്തെ 2-ാം അധ്യായവും 3-ാം അധ്യായവും ഒക്കെ പാപങ്ങളെ കുറിച്ചും പ്രായശ്ചിത്തങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. ബ്രാഹ്മണൻ ക്ഷത്രിയ സ്ത്രീയെ പ്രാപിച്ചാലുള്ള ശാപം, അതിന്റെ ശാപദോഷത്തിൽ എന്താ ചെയ്യേണ്ടത്, ഈ ശൂദ്ര സ്ത്രീ പിന്നെ എന്താ ബ്രാഹ്മണനെ അല്ലെങ്കിൽ വൈശ്യനെ പ്രണയിച്ചാൽ അല്ലെങ്കിൽ പ്രാപിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിക്കുന്ന കുറെ പ്രമാണങ്ങളാണ് എൻ്റെ അത് അങ്ങനത്തെ ഈ ജാതിപരമായ വർണ്ണ വ്യത്യാസങ്ങളും അതിന്റെ പരിഹാരങ്ങളും അതിന്റെ പ്രായശ്ചിത്തൊക്കെ മഹാത്രിപുരസുന്ദരി കാലദേശങ്ങൾക്ക് അതീതമായി എല്ലാത്തിലും ഉപരിയായി നിത്യശുദ്ധിയാണ് മഹാത്രിപുരസുന്ദരി. ആ നിത്യശുദ്ധിയായ മഹാത്രിപുരസുന്ദരി നിത്യവും വസിക്കുന്ന ഒരാള് എങ്ങനെയാണ് ആവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചില അധ്യായങ്ങൾ അതിൽ പ്രക്ഷിപ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് മാറ്റി നിർത്തിയാൽ 32 അധ്യായങ്ങൾ എൻ്റെ വായനയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യങ്ങൾ. ആ 32 അധ്യായത്തിൽ ഇന്ന് 40 അധ്യായമായിട്ടാണ് കിട്ടാനുള്ളത്. പൊതുവെ 40 അധ്യായമായിട്ടാണ് പറയാറുള്ളത്. അതിൽ മുഴുവൻ ഇതിൽ വളരെ വിശദമായിട്ട് ശ്രീചക്ര പൂജ അല്ലെങ്കിൽ ശ്രീവിദ്യോപാസകന്മാർ നിർബന്ധമായും, ശ്രീവിദ്യോപാസകന്മാരല്ല, ലളിതാ സഹസ്രനാമം വായിക്കുന്നവർ, ഈ വായിക്കുന്ന സാധനം എന്താന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ലളിതോപാഖ്യാനം വായിക്കണം. ലളിതാ സഹസ്രനാമം ഒരു സൂത്രങ്ങളാണ്. അതിൽ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ആദ്യം നമ്മളെല്ലാവരും വായിക്കേണ്ടത് ലളിതയുടെ കഥകളാണ്. ലളിതോപാഖ്യാനാണ് നമ്മൾ വായിക്കേണ്ടത്. പക്ഷെ ലളിതോപാഖ്യാനം വായിക്കണമെങ്കിൽ ഞാൻ പറയാം എത്ര ദിവസം വേണം? 40 ദിവസം എന്തായാലും വേണം വായിക്കണമെങ്കിൽ. 40 ദിവസം വായിച്ചാലാണ് ഒരാവർത്തി ലളിതോപാഖ്യാനം വായിക്കാൻ പറ്റും. ഒരു ദിവസം ഒരു അധ്യായം വായിക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിന് ഒരു കാര്യം ചെയ്യാം. നമ്മളിതൊക്കെ മനസ്സിലാക്കി വെക്കുക, ലളിതോപാഖ്യാനത്തിലെ കഥകളൊക്കെ മനസ്സിലാക്കി അതിൽ ദേവിയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഓരോ ഇത് കിട്ടിയാൽ മതി, ഒരു വാക്ക് കിട്ടിയാൽ മതി. ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ആശയം മുഴുവൻ ഉണരണം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ലളിതോപാഖ്യാനത്തിലെ കീവേഡുകൾ എടുത്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമം വശിന്യാദി വാഗ്ദേവതകളാണ് ഉണ്ടാക്കിയത്. കാരണം മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ലളിതാ സഹസ്രനാമത്തിൽ ആദ്യത്തില്
ദേവി ആരാണ് എന്നും ദേവി എവിടെയാണ് എന്നും ദേവി എന്താണ് എന്നൊക്കെ പറഞ്ഞു വന്ന് ദേവീന്റെ പ്രാദുർഭാവം, ദേവി എങ്ങനെയാ ഉണ്ടായത്, ദേവീന്റെ ലളിതോപാഖ്യാനം ഗ്രന്ഥം കിട്ടും. ലളിതോപാഖ്യാനർക്ക് ആരും ചെയ്യാം. ലളിതോപാഖ്യാനം സത്യത്തിൽ നമുക്ക് ഈ മുഴുവൻ സൂത്രങ്ങളും ആവശ്യമില്ല. നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട കുറെ കാര്യങ്ങൾ മാത്രം മതി. ലളിതോപാഖ്യാനം വളരെ റെയർ ആൻഡ് റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആരും അങ്ങനെ എടുത്ത് അത് കൈകാര്യം ചെയ്യാറില്ല. കാരണം ഒന്ന്, ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഒരു ശ്രീചക്രത്തിന്റെ ഒരു ബേസ് വേണം. അല്ലെങ്കിൽ ആ ബേസ് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ലളിതോപാഖ്യാനം എന്ന് പറയാം. കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ബേസ് ഉണ്ടാവണമെങ്കിൽ ഇത് വേണം. കാരണം ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ വായിക്കുന്ന കുറേ മന്ത്രം, ഇത് എന്താണ് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. ഞാൻ ഈ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ലളിതോപാഖ്യാനം വായിക്കാനിടയായ സംഭവത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ട് ഒരു 17 വയസ്സുള്ളപ്പോഴാണ് ഗുരുനാഥന്റെ അടുത്ത് എത്തിപ്പെടുന്നത്. ഇങ്ങനെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മന്ത്രം എനിക്ക് എപ്പോഴാണെന്നറിയില്ല, ഏതോ കാലഘട്ടത്തിൽ, ഏത് കാലത്താണ് എവിടെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഉള്ളിൽ അത് ശക്തമായിട്ട് കയറി കൂടിയത് ലളിതാദേവിയാണ്, മഹാത്രിപുരസുന്ദരിയാണ്. അപ്പൊ അതിനെ ഉപാസിക്കണം, അങ്ങനെയാണ് ഗുരുനാനക്ക് എത്തിപ്പെട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് സമ്പ്രദായത്തിലേക്ക് വരണം, ഉപാസനയൊക്കെ ചെയ്യണം. അവിടെ നീ ആദ്യം പോയിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കുക, അനവധി കാലം ലളിതാ സഹസ്രനാമം ജപിക്കുക, എന്നിട്ട് ദേവീനോട് പ്രാർത്ഥിക്കുക. ദേവി തീരുമാനിച്ചാൽ മാത്രമേ ദേവീന്റെ പാതയിലേക്ക് ഒരാൾക്ക് കയറാൻ പറ്റും. അല്ലാതെ ഒരു മനുഷ്യൻ എത്ര ജന്മം ചിന്തിച്ചാൽ പോലും ഒരു ദേവീന്റെ പാതയിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ നീ നിരന്തരം ദേവി മഹാത്മ്യം ചൊല്ലിയിട്ട്, ലളിതാ സഹസ്രനാമം ചൊല്ല് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ദിവസം ഒരു ലളിതാ സഹസ്രനാമം ജപിക്കുക, അതിനേക്കാളും നല്ല എന്താ ഒരു ദിവസം 2 പ്രാവശ്യം ജപിച്ചാൽ എനിക്ക് പകുതി സമയം മതിയല്ലോ. അങ്ങനെ ഒരു ബുദ്ധി നമുക്ക് ഉണ്ടാവും. ഞാൻ അങ്ങനെ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഇവന് പണ്ട് ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ലേബർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടായിരുന്നു പഠിക്കാനുള്ള സഹായത്തിന്. ആ ലേബർ ഇന്ത്യന്റെ പരസ്യം, നിങ്ങളൊരു ലേബർ ഇന്ത്യ വാങ്ങിയാൽ 50% വിജയം ഉറപ്പ് നേനും. എന്നിട്ട് അവൻ 2 ലേബർ ഇന്ത്യ വാങ്ങി വിട്ടു പോയിട്ടുണ്ട്, കാരണം 100% വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ആ ടീമിലാണല്ലോ ഞാനൊക്കെ പെടുക. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഒരു പ്രാവശ്യം ലളിതാ സഹസ്രനാമം ജപിച്ചാല് ഇത് കുറെ കാലം പിടിക്കല്ലോ. അപ്പൊ രാവിലെ വൈകുന്നേരം ലളിതാ സഹസ്രനാമം ജപിക്കാം. ഇങ്ങനെ 2 നേരം ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ പകുതി സമയം മതിയല്ലോ. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നി, അത് എന്നാലും അതിനേക്കാൾ നല്ലത് ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങോട്ട് ജപിച്ചാല് ഇത് കുറച്ചും കൂടി സമയം കൊണ്ട് കിട്ടല്ലോ. കാരണം എത്ര കാലം കാത്തിക്കണോ ഈ ദേവി ഇതിങ്ങനെ കേട്ട് ശരിയാവാൻ. അങ്ങനെ എന്തിനാ പറയുന്നത്, എപ്പോഴും ലളിതാ സഹസ്രനാമം ജപിക്കൽ ഒരു പരിപാടി, സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പോയി ലളിതാ സഹസ്രനാമം ഇങ്ങനെ ജപിക്കും. ഗുരുനാനടുത്ത് പോയി അനവധി കാലമായി ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് ജപിക്കുന്നത്, സാധനം തരങ്ങൾ തന്നുകൂടിയത് കുറെ കാലമായിട്ട് ഞാൻ ജപിക്കുന്നത്, ഇപ്പൊ സാധനം തിരിയെന്ന് അറിയും. അപ്പൊ പറയാ അപ്പം ലളിതാ സഹസ്രനാമത്തിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട്, ഞാൻ ആ സമയമാകുമ്പോഴേക്ക് ലളിതാ സഹസ്രനാമത്തിലെ പല വാക്കുകളും നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്തു. ഇതെന്താണ് സാധനം എന്നറിയാം. വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിക, വിശുക്രന്റെ പ്രാണനെ ഹരിക്കുന്നവളാണ് വാരാഹി. ആരാണ് വാരാഹി, ആരാണ് വിശുക്രൻ? വിശങ്കൻ, വിശുക്രൻ, ഭണ്ഡാസുര വധോദ്യുക്ത, അല്ലേ, ഭണ്ഡാസുരൻ ആരാണ്? ഇതൊക്കെ ചോദിച്ചപ്പം ഇതൊന്നും അറിയാണ്ടാലേ ലളിതാ സഹസ്രം വായിക്കുന്നത്. ഞാൻ പറഞ്ഞ ലളിതാ സഹസ്രം വായിക്കാനല്ലേ പറഞ്ഞത്, ഇതൊക്കെ പഠിക്കാൻ എന്നോട് പറഞ്ഞിനോ? അങ്ങനെ പറഞ്ഞില്ല. ഇനിയോ ഇത് പഠിക്കണം, കാരണം ഇത് മനസ്സിലായാൽ മാത്രം. എന്തിനാണ് ദേവി ഭണ്ഡാസുരൻ, യുദ്ധത്തിന്റെ കഥയല്ലേ പറയുന്നത്. ആ സമയത്തേക്ക് ഈ ആൾക്കാർ അല്ലെങ്കിൽ തന്നെ പറയും, ഹിന്ദുക്കളെ പുസ്തകത്തിൽ മുഴുവൻ ഈ യുദ്ധവും വെട്ടും കുത്തും യുദ്ധവും ചോരയും ആകെക്കൂടി ഒരു പരിപാടിയാണ്, സമാധാനത്തിന്റെ പരിപാടി അല്ല. ഇവർക്ക് സമാധാനത്തിന്റെ ഒരു പരിപാടി ഇല്ല, എവിടെ നോക്കിയാൽ യുദ്ധമാണ്, അവിടെ യുദ്ധം ഇവിടെ യുദ്ധം, ആകെ പ്രശ്നമാണ് ഇവിടെ എന്നൊക്കെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഞാനും ഇങ്ങനെ ചിന്തിച്ചത് ശരിയാണല്ലോ, ഇന്ത്യ യുദ്ധമാണല്ലോ, ഭണ്ഡാസുരനെ കൊല്ലുക, അത് കഴിഞ്ഞാൽ ചന്ദനെ കൊല്ലുക. ദേവി മഹാത്മ്യത്തിലാണ് മഹിഷാസുരൻ അങ്ങനെ കൊല്ലുന്ന ഒരു ഫോട്ടോ വരെ സെൽഫി എടുത്ത് ദേവി ചുമരുമ്പ് നോക്കിയിട്ട്. ഈ കൊല്ലുന്നതിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ ഇവര്, ഇത് അക്രമത്തിന്റെ ഒരു മതമാണല്ലോ ഒക്കെ ആ സമയത്ത് നമ്മളൊക്കെ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളെ തലയിൽ കയറ്റുകയും ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചല്ല, ഇവിടെ സമാധാനത്തിന്റെ പരിപാടിയൊന്നും ഇല്ലേ, ഇവിടെ മിണ്ടിയ ദുഃഖം മാത്രമേ ഉള്ളൂ. ഇത് എന്തിനാണ് ഈ തമ്മിത്തല്ലും യുദ്ധവും കച്ചറയും ഇതൊക്കെ നമ്മളിങ്ങനെ ദിവസം വായിക്കുന്നത്? ഇതിങ്ങനെ ദിവസം വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളില് യുദ്ധത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടാവില്ലേ? അത് ചോദിക്കാനുള്ള ബുദ്ധി നിനക്ക് ഉണ്ടായില്ലേ എന്നോട് ചോദിച്ചത്. അത് ഇത്രയും കാലം വായിച്ചിട്ട് അത് ചോദിക്കാനുള്ള ഒരു ബുദ്ധി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തിനാണ് നമ്മളെ ഈ യുദ്ധത്തെ കുറിച്ചൊക്കെ നിരന്തരം വായിച്ചാൽ നമ്മളെ ഒരു യുദ്ധചിന്തയല്ലേ ഉണ്ടാവുക. അപ്പൊ എന്നോട് പറഞ്ഞ് അപ്പൊ യുദ്ധം ചെയ്യണം. ആദ്യമായിട്ടാണ് ഒരു ഗുരുനാഥ് ഒരു ശിഷ്യനോട് പറയാ യുദ്ധം ചെയ്യണം. തർക്കേടില്ലല്ലോ ഇയാള്.
ഞാൻ പറഞ്ഞു പ്രേരണാകുറ്റം ഭയങ്കര വലുതാണ്. യുദ്ധം ചെയ്യരുത് എന്ന് പറയുന്ന ആള് യുദ്ധം ചെയ്യണം എന്ന് ഞാൻ ആരെങ്കിലും യുദ്ധം ചെയ്ത ഞാൻ പറയും നിങ്ങൾ പറഞ്ഞിട്ടാണ്. പിന്നെ പ്രേരണാകുറ്റം അതിനേക്കാൾ വലുതാണ്. യുദ്ധം ചെയ്യണം. പക്ഷെ ആരോട്? ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് നമ്മളെ ഉള്ളിൽ തന്നെയാണ്. നമ്മളെ ഉള്ളിലുള്ള അസുരന്മാരെ നമ്മൾ യുദ്ധം ചെയ്ത് ഇല്ലാതാക്കുമ്പോൾ നമ്മളെ ഉള്ളില് ദേവത ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ വിശുക്രനും ഒക്കെ ആരാണ്? വിശുക്രൻ എന്ന് പറയുന്നത് നമ്മളെ ഉള്ളില് വിശുക്രൻ, വിശങ്കൻ, ആ പേരിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ പേരെടുത്ത് നോക്കുന്ന സമയത്തും ഇതൊക്കെ നമ്മളെ ഉള്ളിലുള്ള ഓരോ അസുരന്മാർ ഇതാണ്, ഓരോ ശത്രുക്കളാണ്. എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശത്രുക്കളാണ് ഇതൊക്കെ. ഇതേ വിഷയം ദേവി മഹാത്മ്യത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാര്, ദേവി യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടി വരുന്ന രണ്ടാൾക്കാർ മധുവും കൈടവനുമാണ്. മധു എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സും, കൈടവൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ സുപ്യൂരിറ്റി കോംപ്ലക്സും ആണ്. എൻ്റെ ഉള്ളിലെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സും സുപ്യൂരിറ്റി കോംപ്ലക്സും ആണ് ഈ ലോകത്ത് എനിക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അതിനെ രണ്ടിനെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമ്പോൾ മാത്രമേ എനിക്ക് ലോകത്ത് സമാധാനം ഉണ്ടാവൂ. ആ എൻ്റെ ഉള്ളിലെ മധു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്. ആ ഞാനെ മധു എന്ന പേര് കൊടുത്ത് മധു എന്ന് പറയുന്ന ഒരു അസുരനായി ചിത്രീകരിക്കുകയാണെങ്കിൽ എത്ര മഹത്തരമായ ഒരു എന്താ പറയാ ഒരു സാഹിത്യം അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. കൈടഭൻ, കീടം, ഞാനൊന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് പറ്റിയില്ല, ഞാൻ എങ്ങനെയോ ഭൂമിയിൽ ജനിച്ചതാണ്, എന്നെ കുറിച്ചുള്ള എനിക്കുണ്ടാവുന്ന ആത്മാഭിമാനമില്ലായ്മ, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഇല്ലായ്മ, അത് വലിയ അപകടമാണ്. ശരിക്കും നമ്മളെ ഉള്ളില് വരുത്തി തീർത്ത് ആരാന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്ത് പഠിക്കണം. ഈ സെമിറ്റിക് മതങ്ങള് പാപികളെ എന്നും ഒക്കെ വിളിച്ച് അമൃതസ്യ പുത്ര എന്ന് നമ്മളെ പൂർവീകർ നമ്മൾ വിളിച്ചിരുന്ന അമൃതിന്റെ സന്തതികളെ, ഈശ്വര പ്രഭോ, നമ്മൾ നമസ്തേ എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് അങ്ങയുടെ ഉള്ളിൽ ഈശ്വരാംശത്തെ നമിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന നമ്മള്, അങ്ങനെ എല്ലാവരും ഉള്ളിൽ ഈശ്വരനാണ് എന്ന് ചിന്തിച്ചിരുന്ന നമ്മളെ ഉള്ളില് ഇതുപോലെ ഞാനൊരു വസ്ത്രം കൊള്ളാത്തവനാണ് എന്നൊക്കെ നമ്മളെ ഉള്ളിൽ ചിന്ത തന്നതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാം. അങ്ങനെ ഈ രണ്ട് അവസ്ഥകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കണം. അതിന് ദേവി ഉത്ഭവിക്കണം. അവിടെ മധുവിനെയും കൈടവനെയും കൊല്ലാൻ വേണ്ടി ദേവി പ്രത്യക്ഷപ്പെടുകയാണ്. ദേവി കാളി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കാളി രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വിഷ്ണുവിന്റെ ഉള്ളിൽ നിന്നാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. വിഷ്ണു ആയിട്ടാണ്, ശിവനെയാണ് പറയാം. നമുക്ക് ഇതിന്റെ ഒരു ആദ്യത്തെ ദിവസം നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം പറയാം. ഇന്ന് ഞാൻ എന്താണ് ലളിതോപാഖ്യാനം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു തത്വം എന്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ വിശുക്രനും വിശുക്ര പ്രാണഹരണ, അതുപോലെ തന്നെ വിശങ്കൻ, വിശുക്രൻ, അതുപോലെ ഓരോ ചക്രരാജ്യങ്ങള്, ദേവി എവിടെയാ ഉള്ളത്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളും ഞാൻ എന്താണ്, ഇതെന്താ അങ്ങനെ പറയാൻ കാരണം, ഇതെന്താ ഇങ്ങനെ ചിന്താമണി ഗൃഹവന്തസ്ഥ, ചിന്താമണി ഗൃഹം അതെവിടെയാ, ചിന്താമണി ഗൃഹം അങ്ങനെ ഒരു സ്ഥലമുണ്ടോ, അങ്ങനെ ഓരോന്ന് ലളിതാ സഹസ്രനാമത്തിൽ ഓരോ സാധനങ്ങളും ചോദിക്കാൻ തുടങ്ങിയാലോ എന്നെ കൊണ്ട് ശല്യം സഹിക്കാൻ പറ്റാണ്ടായപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന, എനിക്ക് ഇതൊക്കെ മനസ്സിലാവാൻ ഒരു പുസ്തകമുണ്ട്, അതൊന്ന് വാങ്ങി അതൊന്ന് വിശദമായിട്ട് വായിച്ചാൽ മതി, അത് വായിച്ചാൽ ഇതൊക്കെ മനസ്സിലാവും. അങ്ങനെ അത് ഏതാ പുസ്തകം എന്ന് വെച്ചിട്ടുണ്ട്, അതിന്റെ പേര് ലളിതോപാഖ്യാനം എന്നാണ്. ഈ ഓരോ വാക്കും എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വിശദമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര, അതെങ്ങനെയാണ്? അങ്ങനെ ലളിതാ സഹസ്രനാമത്തിലെ 1000 നാമങ്ങളും എവിടുന്നുണ്ടായി, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ സോഴ്സ് എന്താണ്, ഇതിന്റെ അടിസ്ഥാനം എന്താണ്? അപ്പം ഈ ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കഥകൾ പറയാണ്ടാവും. ആ കഥ പറയുമ്പം അതിലൊരുപാട് ഉപകഥകൾ പറയാണ്ടാവും. അങ്ങനെ ഇതൊക്കെ എന്നോട് പറഞ്ഞു, ഇതെല്ലാം നല്ലതാണ്, ഈ ചിന്ത നല്ലതാണ്, ഈ ആശയം നല്ലതാണ്. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മാത്രമേ ഈ ദിവസം 4ഉം 5ഉം പ്രാവശ്യം നീ ചൊല്ലുന്ന ലളിതാ സഹസ്രനാമം എന്താണ് എന്ന് നിനക്ക് മനസ്സിലാവൂ. അപ്പോൾ ലളിതോപാഖ്യാനം, അങ്ങനെയാണ് ലളിതോപാഖ്യാനം വായിക്കണല്ലോ. നോക്കുമ്പോൾ ലളിതോപാഖ്യാനം അന്ന് എവിടെയും കിട്ടാനില്ല. അങ്ങനെ അവസാനം ഒരു ലളിതോപാഖ്യാന പുസ്തകം കിട്ടി. കുറുക്കന്റെ കയ്യിൽ മുഴുമന്തേങ്ങ കിട്ടിയ മാതിരിയായി. കാരണം ഇത് വായിച്ചിട്ട് ഒരു വസ്തു മനസ്സിലാകുന്നില്ല. കണ്ടമാനം ഇങ്ങനെ ശ്ലോകങ്ങളുണ്ട്, സംസ്കൃത ശ്ലോകം, ആകെ വീണ്ടും പെട്ട്. അങ്ങനെ ഇതിനേക്കാൾ വലിയ, നേരത്തെ ഇതിനേക്കാൾ സമാധാനം ഉണ്ടായിരുന്നു, ചെല്ലിയങ്ങ് പോയാൽ മതിയായിരുന്നു, അത് വായിക്കണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇരുന്ന് ഓരോ ശ്ലോകമായിട്ട് ഇങ്ങനെ നുള്ളിപ്പെറുക്കി വായിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു അത് മൂലം വായിക്കണം, അർത്ഥമുള്ളത് വായിക്കരുത്. കാരണം എന്താ, അർത്ഥമുള്ളത് വായിക്കുമ്പം അത് എഴുതിയ ആളുടെ താല്പര്യം അതിൻ്റെ അകത്ത് ഉണ്ടാവും.
മൂലം വായിച്ച് അതിന്റെ മന്ത്രങ്ങൾ വായിച്ച് ഇങ്ങനെ അതിനെ അനുസന്ധാനം ചെയ്യുക. അനുസന്ധാനം ചെയ്യുമ്പം നമ്മളെ ഉള്ളിൽ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്നതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാനൊരു 10, 20, 25 2-3 കൊല്ലം കൊണ്ടാണ് ഞാൻ അന്ന് ലളിത ഉപാഖ്യാനം വായിച്ചു തീർത്തത്. കാരണം ഓരോന്നും വായിച്ച് അത് അനുസന്ധാനം ചെയ്തത് എന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും, അത് ഇങ്ങനെ ചിന്തിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് വിഷ്ണു ദേവി 3 പ്രാവശ്യമായിട്ട് ഉത്ഭവിച്ചൊക്കെ പറയുന്നുണ്ട്. ബ്രഹ്മാവിന് സൃഷ്ടിയിൽ താല്പര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് ദേവി വരുന്നുണ്ട്. അതുപോലെ അമൃത് കട്ടുണ്ടായ സമയത്ത് അവിടെ അമൃത് ദേവന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി മോഹിനി രൂപത്തിൽ ദേവി വരുന്നുണ്ട്. പിന്നെ ഭണ്ഡാസുരനെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ദേവി എന്തുകൊണ്ടാണ് ദേവന്മാരെ കൂടെ നിൽക്കുന്നത്, അസുരന്മാരെ കൂടെ നിൽക്കാത്തത്? അസുരന്മാർ നല്ലതല്ലേ? നമ്മളൊക്കെ അസുരനല്ലേ? നമ്മൾ ദേവനാണോ? അപ്പൊ എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ സംശയം വരുമ്പോൾ ചോദിക്കുമ്പോ പറയും, നീ എന്നെ ചിന്തിച്ചു നോക്ക്. അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് ഒരേ പല രീതി ചിന്തിക്കും. അങ്ങനെ പല തരത്തിൽ ചിന്തിക്കുമ്പം ഏതോ ഒരു ചിന്ത കറക്റ്റായി വരും. അങ്ങനെ നമ്മൾ ചിന്തിപ്പിക്കണം. അങ്ങനെ ചിന്തിച്ചാല് നമുക്ക് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാവുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ അതോട് നമ്മളോട് അത് പറഞ്ഞ രീതി അതിമനോഹരമായ രീതിയിൽ, അതിൽ ഓരോന്നും ഞാൻ തന്നെയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം പറയുന്നത് അഗസ്ത്യർ എന്ന് പറയുന്നത്, അഗസ്ത്യരുടെ പേര്, ശരിക്കുള്ള പേര് കുംഭസംഭവൻ എന്നാണ്. കുംഭസംഭവൻ, സുഹൃത്തുക്കളൊക്കെ കേസ് എന്നാണ് വിളിക്കുക, കുംഭസംഭവൻ എന്നുള്ള ചുരുക്കിയിട്ട്. അങ്ങനെ ഈ കുംഭസംഭവൻ എന്നുള്ള അയാള് അഗസ്ത്യ പർവ്വതത്തെ, മഹേന്ദ്ര പർവ്വതത്തിന്റെ ആ ഗർവ്, അഹന്തയെ ഇല്ലാതാക്കിയപ്പോൾ മഹേന്ദ്ര പർവ്വതം എന്ന് പറഞ്ഞ എന്താ? കുംഭസംഭവൻ ആരാ? ഞാനും നിങ്ങളൊക്കെ കുംഭസംഭവനാണ്. ഈ കുംഭസംഭവനായ നമ്മൾക്ക് അഗസ്ത്യനാവാൻ പറ്റണം. അഗസ്ത്യനാവും എങ്ങനെയാ? മഹേന്ദ്ര പർവ്വതത്തെ പരാജയപ്പെടുത്തണം, മഹേന്ദ്ര പർവ്വതത്തെ ഇല്ലാതാക്കണം, മഹേന്ദ്ര പർവ്വതത്തിന്റെ ഗർവ് ഇല്ലാതാക്കണം. ആ മഹേന്ദ്ര പർവ്വതം എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലെ അഹന്തയാണ്. നമ്മളൊക്കെ കുംഭസംഭവന്മാരായിരുന്നു. കുംഭത്തിന്റെ അകത്ത് ഉള്ള ആള്. ഏത് കുംഭത്തിന്റെ അകത്ത്? അമ്മയുടെ വയറ്റില് ഗർഭപാത്രത്തില് ഉണ്ടായിരുന്ന ആളാ, പാത്രത്തിൽ ഉണ്ടായിരുന്ന ആളാ നമ്മള്. കുംഭസംഭവനായിരുന്നു. ആ സമയത്ത് നമ്മൾ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജനിച്ച സമയത്ത് നമ്മൾക്ക് ഞാൻ, എന്റേത്, എനിക്കുള്ളത് എന്നുള്ള 3 ചിന്തകൾ പറഞ്ഞു. കാരണം ജനിച്ച ഉടനെ എനിക്ക് അങ്ങനത്തെ ചിന്ത ഇല്ലായിരുന്നു. ഒക്കെ എന്റേതായിരുന്നു. ഭൂമി ഉണ്ട് തന്നെ, ചൊവ്വ ഉണ്ട് തന്നെ, ബുധനും ഉണ്ട് തന്നെ, സൂര്യനും ഉണ്ട് തന്നെ, ഒക്കെ ഞാൻ തന്നെയാണ്. ഒക്കെ ഞാനും ആയിട്ട് അഭേദമില്ലാത്തായിരുന്നു. പക്ഷെ ഞാൻ വലുതായപ്പോ അമ്മ പറഞ്ഞു, ഇത് മോന്റെ കസാലയാണ്, ഇത് മോന്റെ ബ്രഷാണ്, ഇത് മോന്റെ പേസ്റ്റ് ആണ്, അത് ചേച്ചീൻ്റെതാണ്, അത് ഏട്ടൻ്റെതാണ്, അത് അടുത്ത വീട്ടുകാരൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ എന്നുള്ള സാധനം ഉണ്ടായി. ഞാൻ ഉണ്ടായപ്പം എനിക്ക് വേണമെന്നായി. കാരണം ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് വേണത് എന്റേതല്ലാത്തൊക്കെ എനിക്ക് വേണം. എനിക്ക് ഇത് എന്റേതാണ്, ഞാൻ ആർക്കും കൊടുക്കില്ല, എന്റേത് എനിക്ക് തന്നെ വേണം എന്നുള്ള ഈ 3 ചിന്തകൾ ഉണ്ടായപ്പം എൻ്റെ ഉള്ളിലെ കുംഭസംഭവൻ ഇല്ലാതായി. ഈ 3 കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ അഹന്ത ഉണ്ടാക്കി. ആ അന്തയെ പരാജയപ്പെടുത്തുമ്പം, അതിനപ്പുറം കടക്കുമ്പം ഞാൻ അഗസ്ത്യനാവും. അഗസ്ത്യനായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെത് എനിക്കുള്ളതില്ല. ഇവിടെയും അഗസ്ത്യർക്ക് ആ ചിന്ത ഇല്ല. അഗസ്ത്യർ യാത്ര ചെയ്ത് അദ്ദേഹത്തിന് അഗസ്ത്യര് ഒന്നും ആവശ്യമില്ലാത്ത ആളാണ്. കാരണം അഗസ്ത്യരുടെ ഒരു മഹാത്മ്യം നമുക്ക് പിന്നീട് പറയാം. അഗസ്ത്യരെ കഥയൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഭൂമിന്റെ ഭാരത്തിൽ എല്ലാവരും കൂടി, ശിവന്റെയും പാർവതിയുടെയും കല്യാണത്തിൽ എല്ലാവരും കൂടി അങ്ങോട്ട് പോയപ്പം ഭൂമിന്റെ ഇക്ലിബ്രിയം തെറ്റിപ്പോയി. അപ്പൊ ഇപ്പുറത്തെ ഒരു സൈഡ് താണുപോയി. അപ്പൊ ഈ ഒരു വിരലിന്റെ വൽപ്പുള്ള അഗസ്ത്യർ അപ്പുറം പോയി നിന്നിട്ടാണ് ഈ ഭൂമിന്റെ ഭാരത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അയാൾ ആരായിരിക്കണം ചിന്തിക്കണം. കടലിനെ കുടിച്ചു വറ്റിച്ച ആളാ. അപ്പൊ കടലിനെ കുടിച്ചു വറ്റിക്കേ എന്നൊക്കെ ചോദിക്കും. ഇല്ല, ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുരാണത്തില് കഥയിൽ ചോദ്യമല്ല, പക്ഷെ അതിൻ്റെ അകത്തൊരു തത്വം ഉണ്ട്. ആ തത്വത്തെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള അഗസ്ത്യർ അദ്ദേഹം കാഞ്ചീപുരത്ത് ഒരു മാവ്, ഒരു വലിയ മാവ, ആ മാവിന്റെ അടിയിൽ ഏകാമ്രപുരം, അവിടെ ഏകാമ്രേശ്വരൻ എന്ന ശിവനാ. പാർവതി തപസ് ചെയ്ത ശിവനാണ് അവിടെ പോയി അവിടെ തപസ് ചെയ്ത് ശിവനെ തപസ് ചെയ്തു. എന്റേത് എനിക്കുള്ളത്, എന്റേത് എനിക്കുള്ളത്, ഞാൻ എന്നുള്ളത്, ഞാൻ ഉണ്ടാകുമ്പോൾ എന്റേത് ഉണ്ടാവും. ഞാൻ എന്നുള്ളത് ഞാനാണ്. എന്നോട് ചോദിക്കണം, ഞാനാണ് വലുത്, ഞാൻ ചെറുത്, ഞാൻ വലുത് എന്നുള്ള സാധനം
ഞാൻ എൻ്റേത് എനിക്കുള്ളത്. ഈ 3 തൃത്വങ്ങൾ ഇതാണ് മനുഷ്യന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം. അത് വലുതാവുമ്പോഴാണ് നമ്മളെ പ്രശ്നങ്ങൾ കുറയുക. അത് വലുതാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ എന്നുള്ളത് വലുതായി, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണം എന്ന് പറഞ്ഞതുപോലെ ആ ഞാൻ വലുതായി ഈ വിശ്വം മുഴുവൻ ഞാനാണ് എന്നുള്ള തോന്നലിലേക്ക് എത്തുമ്പോൾ ഞാൻ ദേവതയായി. ആ ചെറിയ ഞാനിൽ നിന്ന് വലിയ ഞാനിലേക്കുള്ള യാത്രയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പുരാണങ്ങളും, എല്ലാ പദ്ധതികളും, എല്ലാ ഉപാസന പദ്ധതികളും. അതിനിടയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ, അതിനെ തടസ്സം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവരാണ് മധുവും കൈടവനും ശുക്രനും പണ്ടാസുരന്റെ കൂടെ ഒരു ലോഡ് ആൾക്കാരുണ്ട്. ഇതൊക്കെ മനസ്സിന്റെ വിവിധ തരത്തിലുള്ള വികാരങ്ങളും ചിന്തകളുമാണ്. അങ്ങനെ ചിന്ത വന്നാൽ എങ്ങനെയാണ് അതിനെ മറികടക്കേണ്ടത്? അല്ലേ? വിശുക്രനെ പിന്നെ ഇല്ലാതാക്കാൻ വാരാഹി വേണം. വാരാഹി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ആത്മവിശ്വാസമാണ്, ധൈര്യമാണ്. വിശുക്രൻ, വിഷങ്കൻ, ഇവരൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സംശയമാണ്. ശരിയാവോ ഞാൻ ചെയ്താൽ ശരിയാവോ ഇതിങ്ങനെ ചിന്തിക്കുക. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഒരു ലോകത്തൊരു കാലത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ചിന്തയെ ഇല്ലാതാക്കണമെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്, എൻ്റെ ഉള്ളിൽ വാരാഹി ഉപാസിക്കുകയാണ് വേണ്ടത്. വാരാഹി എൻ്റെ ഉള്ളിലെ ആർജവമാണ്. ആ ആർജവം വന്നാൽ എനിക്ക് ഒരു തടസ്സമില്ല, എനിക്ക് മടിയില്ല, പിന്നെ എനിക്ക് സംശയമില്ല. ശരിയാവോ തെറ്റായി പോവോ, ശരിയായില്ലെങ്കിൽ എന്ന് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല, അങ്ങോട്ട് പോവുക ചെയ്യുക തന്നെ, അത്രയേ ഉള്ളൂ. അപ്പം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിന്റെ പരിഹാരം എന്താണ്? ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ മടിയുണ്ട്, അലസത ഉണ്ട്, സംശയമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ വികാരങ്ങളെയും ഇവിടെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യന്, വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ജീവിതത്തില് അയാൾക്ക് ഉണ്ടാവുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും ഇവിടെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മുഴുവൻ പരിഹാരങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യേണ്ടത്, ഈ പ്രശ്നത്തെ ഏത് രീതിയിലാണ് പരിഹരിക്കേണ്ടത്? അതുകൊണ്ടാണ് ലോകം ഉള്ള കാലം, എത്ര കാലം ലോകം ഉണ്ടോ അത്രയും കാലം ഈ ടെക്സ്റ്റുകൾ ചർച്ച ചെയ്യപ്പെടും. കാരണം അത് നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏതോ യുഗത്തിലുണ്ടായിരുന്ന ഒരു ദേവീന്റെ കഥയല്ല ഇവിടെ പറയുന്നത്. എൻ്റെ ഉള്ളിലുള്ള ദേവിയെ ഉണർത്താനുള്ള കഥകളാണ് പറയുന്നത്. അങ്ങനെ കുംഭസംഭവൻ ഏകാംബരേശ്വരത്ത് തപസ് ചെയ്ത് അവിടെ അവര് തപസ് ചെയ്തത് ശിവനെയാണെങ്കിലും പ്രത്യക്ഷപ്പെട്ടത് വിഷ്ണുവാണ്. അതെന്തൊരു കഥയാണ്! ശിവനെ തപസ് ചെയ്താൽ ശിവനല്ലേ പ്രത്യക്ഷപ്പെടേണ്ടത്? വിഷ്ണു ആണ് പ്രത്യക്ഷപ്പെടുക. അത് വിഷ്ണു കുതിരമുഖനായിട്ടാ. അതിലൊരു വലിയ കഥയൊക്കെ ഉണ്ട് അതിന്റെ. വിഷ്ണു ഉറങ്ങിപ്പോയെന്നും, വിഷ്ണു ഉറങ്ങിപ്പോയ സമയത്ത് വിഷ്ണുവിനെ ഉണർത്താൻ ആരുമില്ല. അവസാനം ബ്രഹ്മാവ് ചെതലകളോട് പോയി പറഞ്ഞു. ഈ ചെതല് അതിന് പോയിട്ട് ഇയാളെ പിന്നെ മൂപ്പര കയ്യിൽ ഷാർഗം എന്ന് പറയുന്ന വില്ലുണ്ട്. ആ വില്ലിനെ ഞാണ് കടിച്ചു പൊട്ടിച്ചു. പൊട്ടിയ സമയത്ത് വില്ല് ഇങ്ങോട്ട് നൂർന്ന് അവ വിഷ്ണുവിന്റെ തല തെറിച്ചുപോയി. അപ്പൊ വിഷ്ണുവിന്റെ തല തെറിച്ചു വരും. പിന്നെ നമ്മളെ മെയിൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ആളാണ് ബ്രഹ്മാവ്. മൂപ്പർക്ക് ഭയങ്കര എക്സ്പെർട്ട് ആയില്ല. മൂപ്പര് പണ്ടൊരു പയ്യന്റെ തല ഇതുപോലെ തെറിച്ചു വെച്ചിട്ട് മൂപ്പര് ശരിയായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അറുപതിന്റെ ഒരു പയ്യന്റെ, അയാൾ എന്തൊരു കച്ചറുണ്ടായിട്ട് തല ആരെ വെട്ടിക്കളഞ്ഞിട്ട് മൂപ്പര് അപ്പം തന്നെ പോയിട്ട് വേറൊരു ആനേന്റെ തല എടുത്ത്, മൂപ്പർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. മനുഷ്യന്റെ തല പോയാൽ ആദ്യം കാണുന്ന തല എടുത്ത് വെക്കും. നമ്മൾ വിചാരിക്കും ഇതെന്താ അവർക്ക് മനുഷ്യന്റെ തല തന്നെ വെച്ചാൽ പോരെ, അയാൾ എന്തിനാ മൃഗങ്ങളെ തല വെക്കാൻ പോകണമെന്ന് വിചാരിക്കും. അതിൽ വേറെ ഉത്തരമൊന്നുമില്ല. നിങ്ങൾ കണ്ണാടി പോയി വെക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്റെ തലയ്ക്ക് പകരം ഇവിടെ കഴുതേന്റെ തലയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ അതിൽ വലിയ വ്യത്യാസമൊന്നും വരാനില്ല എന്നുള്ളതുകൊണ്ട് മൂപ്പര് ഇതുപോലെ കാണുന്ന ജീവിന്റെ തല വെച്ച് മാനേജ് ചെയ്യുക. അതിൽ ഭയങ്കര എക്സ്പെർട്ടാണ്. അങ്ങനെ മൂപ്പര് ഈ കുതിരേന്റെ മുഖം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയാ. ഞാൻ പറഞ്ഞത് കഥയില് ചോദ്യമല്ല, കഥയിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല. പക്ഷെ കഥയിലെ ആശയത്തെ മനസ്സിലാക്കിയെടുക്കണം. അതായിരിക്കില്ല, അതിൻ്റെ അകത്ത് വേറെ ഒരു ആശയം ഉണ്ടാവും. അതെന്താന്നുള്ളത് എപ്പോഴും നമുക്കൊരു ദേവിയുണ്ട്, തല വെട്ടി കൈ പിടിച്ചൊരു ദേവിയുണ്ട് നമുക്ക്, അല്ലേ? ഗണപതിന്റെ കയ്യിൽ കൊമ്പ് പൊട്ടിച്ചിട്ട് കൈ പിടിക്കുന്നുണ്ട് ഗണപതി. ഇതൊക്കെയാന്ന് വെച്ചാൽ ഒക്കെ അഹന്തയെ, ഞാൻ എന്ന വലിയ ബോധം എനിക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ ബുദ്ധിയാണ്, തലയാണ്. അതുകൊണ്ട് അഹങ്കാരം വരുമ്പോൾ മനുഷ്യൻ തല ഉയർത്തി പിടിക്കുന്നത് എന്തുകൊണ്ട് തല അഹന്തയുടെ പ്രതീകമാണ്. അപ്പൊ തല വെട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഹന്ത ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഹയഗ്രീവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ശൈവര്, നമ്മളൊക്കെ ദക്ഷിണാമൂർത്തിനെയാണ് നോളജിന്റെ ദേവനായിട്ട് ഉപാസിക്കുന്നത്. എന്നാൽ വൈഷ്ണവത്തില് അത് ദക്ഷിണാമൂർത്തി അതേ സ്റ്റാറ്റസ് ഉള്ള ആളാണ് ഹയഗ്രീവൻ. അറിവിന്റെ ദേവനാണ്, പുസ്തകമൊക്കെ കയ്യിലുള്ളത്. ആ ഹയഗ്രീവനാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഹയഗ്രീവൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഇതിനൊരു പോംവഴി. അപ്പൊ അഗസ്ത്യരോട് എന്താണ്
അഗസ്ത്യരെ എന്താണ് നിങ്ങളെ വിഷമം, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന, നിങ്ങൾക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടല്ലോ ചോദിക്കുമ്പോ പറയും എന്റെ ടെൻഷൻ അതൊന്നുമല്ല, ഈ ലോകത്തുള്ള ആൾക്കാര് ഇതാരാ ഹോസ്റ്റ് ചെയ്യുന്നത്? ശ്രീനാഥ് ഞാനാണ്, ബിബിനാണ്. ഒന്ന് എന്നെ മാത്രം, ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ ബിബിനെ? ഒരു മിനിറ്റ് പച്ചിയേ. ഓക്കെ, എവിടെ പറഞ്ഞു നിർത്തി നമ്മള്? നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, എല്ലാരും മ്യൂട്ട് ചെയ്തില്ലേ? എന്തായാലും ഈ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് എല്ലാവരും ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്? ലോകത്ത് എല്ലാവർക്കും എന്തുകൊണ്ടാണ് അല്ലേ? മൂപ്പരെ വിഷമം എന്താണെന്ന് വെച്ചാല് മൂപ്പർക്ക് മൂപ്പര് പാസ്സായിട്ടുണ്ട്, മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല, മൂപ്പര് സാക്ഷിത്വമുള്ള ആളാണ്, ഈശ്വരനെ അറിഞ്ഞ ആളൊക്കെയാ. പക്ഷെ അയാൾ എന്നാ ഞാൻ ഈശ്വരനെ അറിഞ്ഞ ബാക്കിയുള്ള തെണ്ടികൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി മൂപ്പര് പോയില്ല. അപ്പൊ മൂപ്പർക്ക് ഭയങ്കര വിഷമമായി, ഞാൻ രക്ഷപ്പെട്ടതാണ്ട് കാര്യമില്ല, ലോകത്ത് ഇനിയും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് ഒരു നല്ല മനുഷ്യജന്മം കിട്ടിയിട്ട്, വളരെ മഹത്തരമായ മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ ദുരിതവും കഷ്ടപ്പാടും ദുരിതവും കടവും പിന്നെ കച്ചറയും പ്രശ്നവും ആകെക്കൂടി ദുരിതം അനുഭവിച്ചാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്. മഹനീയമായ മഹത്തരമായ ദേവന്മാർ പോലും കൊതിക്കുന്ന മനുഷ്യജന്മം അതെന്താ നോക്കുമ്പോൾ പിന്നീട് പറയട്ടെ. ദേവന്മാര് ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യനായിട്ട് ജനിക്കാണ്, കാരണം മനുഷ്യന്മാർക്ക് മാത്രമേ പിന്നീട് ഈ ഈശ്വരനായിട്ട് മഹാത്രിപുരസുന്ദരിയായിട്ട് ഉയരാൻ മനുഷ്യനായിട്ട് മാത്രമേ, ഭാരത മണ്ണിൽ ജനിക്കുന്ന മനുഷ്യന് മാത്രമേ പറ്റൂ. ഈ വിഷ്ണുവിനും ശിവനും ബ്രഹ്മാവിനും ദേവിയാവാൻ പറ്റില്ല. അവർക്ക് ദേവി ആവണമെങ്കിൽ അവര് ഭൂമിയിൽ മനുഷ്യനായി ജനിക്കണം. നമ്മളൊക്കെ എത്രയോ കാലം ബ്രഹ്മാവും വിഷ്ണു ശിവനൊക്കെ ആയിട്ട് നിന്ന ആളായിരിക്കും ചിലപ്പോൾ. നമ്മളെ പ്രാർത്ഥനയോട് നമ്മൾ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച ഇങ്ങനെ മനുഷ്യനായിട്ട് മഹാത്രിപുരസുന്ദരി ആവാൻ, മഹാത്രിപുരസുന്ദരി എന്ന് ഇവിടെ പറയുന്നത് ആ സോഴ്സ് എനർജി, എന്താ ഈശ്വരൻ, എന്താണോ പ്രപഞ്ചം ഉണ്ടായത് ആ വസ്തു, അതായി തീരാൻ മനുഷ്യന് മാത്രമേ പറ്റൂ. അങ്ങനെ അനന്ത സാധ്യതയുള്ള വെരി ഗോൾഡൻ ചാൻസ് കിട്ടിയ, അത്രയധികം ഭാഗ്യം ചെയ്ത് ഭാരത മണ്ണിൽ ജനിച്ച ഈ മനുഷ്യന്റെ അവസ്ഥ കണ്ടോ? ഇവൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളെ പിന്നാലെ ജീവിച്ച് നശിച്ച് നരകിച്ച് ദുരിതം അനുഭവിച്ച് മരിക്കുകയാണല്ലോ. എന്താണ് അവരെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സമാധാനമില്ല. ഞാൻ ആകെ എന്ത് ചെയ്യും ഞാൻ ഈ കാര്യത്തിൽ? ഇവർക്കാണെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞു നോക്കി, നിങ്ങൾ ഈ ഇങ്ങനെ വിഷയങ്ങളെ പിന്നാലെ പോയി ദുരിതം അനുഭവിക്കേണ്ട ആളല്ല, നിങ്ങൾ ഈശ്വരനാവാൻ വേണ്ടി ജനിച്ചാണ്, നിങ്ങൾ മഹാത്രിപുരസുന്ദരനെ അറിയാൻ വേണ്ടി ജനിച്ചാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആ ഭാഗം ചിന്തിക്കുകയാണ്, ഇങ്ങനെ പോകേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ എന്നെ മൈൻഡ്, നിനക്ക് ഭ്രാന്താ, വേണം അങ്ങോട്ടൊക്കെ പോയിക്കോ, ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോട്ടെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാന്നാ പറയുന്നത്. എന്ത് ചെയ്യും? ഇവർക്ക് ഇതിൽ താല്പര്യമില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ന്യായമായ ആവശ്യമാണ്. അപ്പൊ ഹൈഗ്രീവൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, അത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മഹാകേമന്മാരായിട്ടുള്ള ആൾക്കാർ ആയിരുന്നു. ആര്? ഇതിനേക്കാളൊക്കെ വിവരവും വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളായിരുന്നു മധു, പിന്നെ സമാധിയും സുരതനും. അവര് തന്നെ ഈ ഇതിൽ പെട്ടിട്ട്, പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ആകെ ടെൻഷനും ഇതായിട്ട് നടന്നിട്ടുണ്ട്. കാരണം അതിന് കാരണം എന്താ? അതിന് കാരണം ദേവി തന്നെയാണ്. ദേവി തന്നെയാണ് നമ്മളിൽ ഈ മറ ഉണ്ടാക്കുന്നത്. ദേവി മായയായി നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ഈശ്വരൻ അറിയാൻ പറ്റാതായി പോകുന്നത്. വേറെ ആരും അല്ല കാരണം, മെയിൻ ആള് ദേവി തന്നെയാണ്. അതുകൊണ്ട് ആ ദേവിയെ പിടിച്ചാൽ മാത്രമേ നമുക്ക്, ആ മായയെ പിടിച്ചാൽ, അത് മഹാമായ ആവുന്ന സമയത്ത് നമുക്ക് ഈശ്വരനാണെന്ന് അറിവുണ്ടാവും. അത് മാത്രമേ വഴിയുള്ളൂ. അപ്പൊ അതൊക്കെ ദേവീന്റെ കളി തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് ആ ദേവിയെ ഉപാസിക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പൊ ദേവിയെ ഉപാസിക്കാൻ എന്തൊക്കെയാ വഴിയുള്ളത്? ആ ദേവിയെ ഉപാസിക്കാൻ പലതരത്തില് വഴികളുണ്ട്. അതില് ഒന്നാണ് ഈ പുരാണങ്ങൾ കേൾക്കുക. ദേവി ലളിതോപാഖ്യാനം കേട്ടാൽ തന്നെ ഉണ്ടാവുന്ന അതിന്റെ ഫലശ്രുതി പറഞ്ഞിട്ടുണ്ട്. അസാധ്യ ഫലശ്രുതിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. നമുക്ക് ഇന്നൊരു മണിക്കൂറാ സമയമുള്ളത്, അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് പറയണം വിചാരിച്ചാ. അപ്പൊ അതില് 40 അധ്യായങ്ങളിലായിട്ട് ദേവിയുടെ കഥ പറയാണ്. അപ്പൊ പറയും, ഈ കഥ കേട്ടാ മതി. ആ കഥ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ദിവസവും ഈ കഥ കേൾക്കണ്ട, പിന്നെ അതിന്റെ കീവേഡ് മാത്രം പറയുമ്പോൾ ആ സാധനം മുഴുവൻ നമ്മളിൽ ഓർമ്മയായിട്ട് വരും. അതിന് വേണ്ടി ഈ 4000 ശ്ലോകങ്ങളിൽ നിന്ന് ഓരോ വാക്കെടുത്ത് ഒരു സാധനം ഉണ്ടാക്കി
പിന്നെ ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞു. 1000 നാമങ്ങൾ പറഞ്ഞാൽ മതി. ആ ദേവീന്റെ നാമങ്ങളൊക്കെ ലളിതോപാഖ്യാനത്തിലുള്ള ദേവീന്റെ ഓരോ ലീലകളെ വ്യാഖ്യാനിക്കുന്നതാ. ആ പേര് കേൾക്കുമ്പം ആ ലീല മുഴുവൻ നമുക്ക് ഓർമ്മ വരണം, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കഥയായിട്ട് പറഞ്ഞു വെച്ചു. അപ്പം അങ്ങനെ അതില് 40 അധ്യായത്തില് ഓരോ കാര്യങ്ങള് ആണ് പറഞ്ഞത്. അതില് 7ാമത്തെ അധ്യായത്തില് 6ാമത്തെ അധ്യായത്തിന്റെ പകുതി മുതൽ 1ാമത്തെ അധ്യായത്തില് നമ്മൾ പറയുന്നത് ഈ അഗസ്ത്യര് ഹയഗ്രീവനെ കാണാൻ പോയ കഥയും കണ്ട കഥയും, അങ്ങനെ ഹയഗ്രീവൻ പ്രത്യക്ഷപ്പെട്ടു, ലളിത മഹാലളിതയുടെ കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്റെ തന്നെ അംശാവതരായിട്ടുള്ള ഹയഗ്രീവൻ എന്ന് പറയുന്ന ഋഷീനെ ചുമതലപ്പെടുത്തി മഹാവിഷ്ണു. അങ്ങനെ ഹയഗ്രീവൻ എന്ന് പറയുന്ന ഋഷിയാണ് പിന്നീട് അഗസ്ത്യർക്ക് ഈ വിഷയങ്ങളൊക്കെ 4000 ശ്ലോകം, ഏതാണ്ട് 4000-ഓളം, 4000 എണ്ണം കൃത്യമല്ല, 40 അധ്യായങ്ങളായിട്ട് ദേവിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതില് ആദ്യത്തെ അധ്യായത്തിൽ, അത് കഴിഞ്ഞാൽ 2-3 അധ്യായങ്ങളൊക്കെ ഈ പാപങ്ങളെ കുറിച്ചും പിന്നെ അതിന്റെ പരിഹാരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. നമുക്ക് ആവശ്യമില്ല, അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. കാരണം മനുഷ്യൻ പാപിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത പാപം ഉണ്ടാന്ന് പറയുന്ന ആളുകളിൽ വലിയ ശരി തെറ്റുകളെ കുറിച്ചുള്ള വലിയ സ്കെയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ പുസ്തകത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അതുകൊണ്ട് അത് പ്രക്ഷിപ്തമാവാനേ സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞാല് 4ാമത്തെ അധ്യായത്തില് 2-3 കഴിഞ്ഞ് 4ാമത്തേലാണ് നമ്മളുടെ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്. പാലാഴി മഥനം ഉണ്ടായതും വിഷ്ണു ഉണ്ടായതും, അതുപോലെ തന്നെ ഈ ലക്ഷ്മി ഉണ്ടായ കഥയും, ഈ വിഷ്ണു ആ രൂപത്തിൽ വന്ന കഥയൊക്കെ പറയുന്നത് അതിലാണ്. മോഹിനി രൂപത്തിൽ വന്ന കഥയൊക്കെ പറയുന്നത് 4ാമത്തെ അധ്യായത്തിലാണ്. 4ഉം 5ഉം, 5-ൽ പാലാഴി മഥനാണ് 4-ൽ പറയുന്നത്. 5-ൽ പറയുന്നത് അമൃത് കട്ടുണ്ടായപ്പം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുന്ന കഥയാണ്. അത് കഴിഞ്ഞാല് 5ാമത്തെ അധ്യായത്തില് ഏതാണ്ട് 75ാമത്തെ ശ്ലോകം മുതൽ ഭണ്ഡാസുരനെ കുറിച്ചാണ് പറയുന്നത്. ഭണ്ഡാസുരന്റെ ഉൽപ്പത്തി, ഭണ്ഡാസുരൻ എങ്ങനെയാണ് ഉണ്ടായത്, ആ ഭാഗം മുതൽ 7ാമത്തെ അധ്യായത്തില് ദേവിയുടെ ലളിതയുടെ എങ്ങനെയാണ് ലളിതാദേവി ഉണ്ടായത്. അപ്പൊ അത്രയും ഭാഗങ്ങൾ 5ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ കുറച്ച് ശ്ലോകം, 6ാമത്തെ അധ്യായം, 7ാമത്തെ അധ്യായം ദേവിയുടെ പ്രാദുർഭാവം, മഹാത്രിപുരസുന്ദരി ഉണ്ടാവുന്ന എങ്ങനെയാണ്, ഈ ഭാഗങ്ങളാണ് നമ്മൾ ലളിതോപാഖ്യാനം ക്ലാസ്സിൽ എടുക്കുന്നത്. ഇത്ര ഭാഗം മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കൂ. ഇത്ര മാത്രമേ ഇതിന്റെ അകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളൂ. പിന്നെ അതിന്റെ എക്സ്റ്റൻഷൻ ആണ് ബാക്കിയുള്ള മുഴുവൻ ദേവീന്റെ സ്തുതികളും. പിന്നെ അതിന്റെ കൂടെ ദേവീന്റെ കൂടെ ഉണ്ടായ വാരാഹി, മാതങ്കി, ബാല, അതുപോലെ തന്നെ ശ്രീചക്രത്തിലുള്ള ദേവതകള്, ആ ദേവതകളൊക്കെ ജോലി എന്താണ്, അവരെന്താ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നതാണ്. അത് ഇപ്പൊ നമുക്ക് ആവശ്യമില്ല. അത് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ വളരെ ആഴത്തിൽ ഉപാസന ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ കാര്യമുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഈ ലളിതാ സഹസ്രനാമത്തിലെ വാക്കുകളൊക്കെ എങ്ങനെ ഉണ്ടായത്, ലളിതാദേവി എങ്ങനെയാണ് ഉണ്ടായത്, ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതാണ്ട് 5ാമത്തെ അധ്യായത്തിലെ 75ാമത്തെ ശ്ലോകത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഹയഗ്രീവൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഭണ്ഡാസുരോ നാമ പണ്ട് ഭണ്ഡാസുരൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ കഥ പറയുന്നത്. ദേവിയുടെ പ്രാദുർഭാവമാണ് 7ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 8ാമത്തെ അധ്യായത്തിലെ ലളിതാ സ്തവം എന്ന് പറയുന്ന ലളിതാദേവിയെ കുറിച്ച് പറയുന്ന ഒരു സ്തവമാണ്. നമുക്ക് 7-ല് നമ്മളെ ക്ലാസ് അവസാനിക്കും. പക്ഷെ ഞാൻ 8-ലും 9-ലും 10-ലും 11-ലും എല്ലാ അധ്യായത്തിലും എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് ഒരു സംക്ഷിപ്തമായിട്ട് അതിനെ സമ്മറൈസ് ചെയ്തിട്ട് പറഞ്ഞുതരും. കാരണം നമുക്ക് അറിഞ്ഞേക്കണം എന്തൊക്കെയുള്ളതെന്നുള്ളത്. ശ്ലോകങ്ങൾ ഈ 6-7 അധ്യായങ്ങൾ ഓരോ ശ്ലോകം ചൊല്ലിയിട്ട് അതിനെ അന്വയിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു പോവാം. പിന്നീടുള്ളതൊക്കെ ഞാൻ അതിന്റെ സമ്മറൈസ് ചെയ്തിട്ട് ഓരോ അധ്യായത്തിൽ എന്താ പറയണം എന്നുള്ളത് സമ്മറി മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറ്റ് അനവധി കാലം എടുക്കും തീരാൻ വേണ്ടിയിട്ട്. അത്രയും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിന്റെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം മതി. പിന്നീട് അങ്ങോട്ട് വരുന്നത് ദേവീനെ ഈ മറ്റുള്ള ദേവന്മാരൊക്കെ വന്ന് കാണുന്നത്, ദേവീനെ പിന്നെ ഭജിക്കുന്നത്, ദേവീന്റെ വിവാഹം, ശിവനുമായിട്ടുള്ള കല്യാണം, പിന്നെ ദേവീന്റെ ഈ പുരത്തെക്കുറിച്ച്, ചക്രരാജരഥത്തെക്കുറിച്ച്, ശ്രീചക്രത്തെക്കുറിച്ചുള്ള വർണ്ണന, പിന്നെ ഈ അസുരന്മാര് ഏതൊക്കെ അസുരന്മാരാ ഉള്ളത്, ആ അസുരന്മാര് ഏതൊക്കെയാണ്, വിശങ്കൻ ആരാണ്, പിന്നെ വിശുക്രൻ ആരാണ്, വിശങ്കൻ ആരാണ് എന്നുള്ള ദേവീന്റെ അവരെങ്ങനെയാ ഉണ്ടായത്, അതിന്റെ കഥകള്, അതിന്റെ പിന്നെ അയാളുടെ കൂടെയുള്ള കുറെ പേരുണ്ട്. ദുർമദവധം, കുരുന്ധവധം,
കങ്കരാദി പിന്നെ അധികന്മാരുടെ വധം, നിത്യ വിഷങ്കാദി പാലനം, അതുപോലെ ജ്വാലാമാലിനി, ഭണ്ഡാസുര വധോദ്യുക്ത ബാലാവിക്രമനന്ദിത. ബാല എങ്ങനെയാണ് ഭണ്ഡാസുരനെ ആയിട്ടുള്ള ഭണ്ഡാസുരന്റെ പുത്രനെയാണ് ബാല കൊല്ലുന്നത്. ഭണ്ഡാസുര വധോദ്യുക്ത, ശക്തിസേന, ഓരോ ആൾക്കാർ എങ്ങനെയാണ് കൊല്ലുന്നത്. ഗണപതിന്റെ പരാക്രമം, വിശുങ്ക, അതുപോലെ മന്ത്രിണി, ദണ്ഡിനി, വാരാഹി, മാതങ്കിയിലൊക്കെ യുദ്ധങ്ങള്, ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ അവസാനം ഭണ്ഡാസുരനെ ദേവി കൊല്ലുന്നത് പറയുന്നുണ്ട്. ആ ഭാഗവും വിശദമായിട്ട് നമുക്ക് എടുക്കാം. അതിനിടയ്ക്ക് അതിന് ശേഷം ദേവിന്റെ യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ദേവി വസിക്കുന്ന പുരത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് പിന്നെ 28 മുതൽ 33 അധ്യായം വരെ, 28 മുതൽ 33 വരെയുള്ള അധ്യായത്തില് ത്രിപുര വർണ്ണനം. ത്രിപുര ശ്രീചക്രത്തിന്റെ വർണ്ണനം. ബിന്ദുവിൽ ആരാ ഉള്ളത്, ബിന്ദുവിന് ചുറ്റും ത്രികോണത്തിൽ ആരാ ഉള്ളത്, അതിന് ചുറ്റും വശിന്യാദി വാഗ്ദേവതകൾ ആരാണ്, അതിന്റെ താഴെയുള്ള അന്തർദശാരത്തിൽ ആരാള്, അതിന്റെ പുറത്തുള്ള ബഹിർദശാരത്തിൽ ആരൊക്കെയാ ഉള്ളത്, അതിന്റെ പുറത്ത് ചതുർദശാരത്തിൽ ഏതൊക്കെ ദേവതകളാണുള്ളത്, അവരൊക്കെ എന്താണ് അങ്ങനെ ഉണ്ടായത്, അവരൊക്കെ കഥ എന്താണ്, അതിനുശേഷം ഭൂപുരത്തിൽ ആരൊക്കെയാ, അഷ്ടതലത്തിൽ ആരൊക്കെയാണ്, അത് കഴിഞ്ഞാൽ 16 തലത്തിൽ ആരൊക്കെയാണ്, ഭൂപുരത്തിൽ ആരൊക്കെയാണുള്ളത്. ഇതിനെയാണ് ശ്രീപുരം എന്ന് പറയാം. ദേവി എവിടെയാണുള്ളത്, ദേവീന്റെ പിന്നെ 10 മുദ്രകളെ കുറിച്ച്, ദീക്ഷാക്രമത്തെ കുറിച്ച്, ഗുരുവിന്റെ ലക്ഷണങ്ങളെ കുറിച്ച്, ശിഷ്യന്റെ ലക്ഷണങ്ങളെ കുറിച്ച്, മന്ത്രജപത്തെ കുറിച്ച്, ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തെ കുറിച്ച്, ഇങ്ങനെയാണ് 40 അധ്യായങ്ങളിൽ പറയുന്നത്. ആ അവസാനത്തേക്കുള്ള അധ്യായങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്രധാനമായിട്ട് ദേവിയുടെ പ്രാദുർഭാവം, ഭണ്ഡാസുരനെ കുറിച്ച് അദ്ദേഹം തന്നെ ഒരുപാട് പറയാനുണ്ട്. കാരണം ഒരു കഥ പറയുമ്പോൾ അതിന്റെ ഉപകഥകൾ പറഞ്ഞു വേണം. പിന്നെ കഥയും ഉപകഥയും മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിലെന്താണ് അതിന്റെ ആശയം എന്ന് പറയണ്ടേ നമുക്ക്. നമ്മൾ വെറുതെ ഒരു കഥ കേട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇതിലെന്താണ് കാമനെ ആരാണ്, ശിവൻ കാമദേവനെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ശിവൻ കാമദേവനെ കത്തിച്ച് കളഞ്ഞത്? ഈ ശിവൻ ആരാണ്? ശിവൻ ഞാൻ തന്നെയാണ്. എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആഗ്രഹങ്ങളാണ് കാമൻ. അപ്പൊ ജ്ഞാനമാവുന്ന തൃക്കൊണ്ണു കൊണ്ടാണ് ശിവൻ കാമദേവനെ കത്തിച്ച് കളഞ്ഞത്. അപ്പൊ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാക്കാൻ പോയാൽ എനിക്ക് ആപത്തുണ്ടാവും. അപ്പൊ എൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്, ആ ആഗ്രഹം ഉണ്ടാവാനുള്ള കാരണത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചാൽ അത് അറിവാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത്. അപ്പൊ ആ ആഗ്രഹം ഇല്ലാതാവും. അപ്പൊ അതിനെയാണ് കാമദേവനെ ശിവൻ തൃക്കണ്ണുകൊണ്ട് കത്തിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന ആഗ്രഹങ്ങൾ, ഓരോ സമയത്ത് അനവധി ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹത്തെ എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത്, നിരീക്ഷിച്ചിട്ട് അത് ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലാത്തത് എങ്ങനെ തിരിച്ചറിയാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ആ ഭാഗം. അത് മനസ്സിലാക്കാതെ ശിവൻ എവിടെയോ ഉള്ളൊരു കാമദേവനെ കണ്ണു തുറന്ന് കത്തിച്ചാണ് എന്ന് മനസ്സിലാക്കിയ കാര്യമില്ല. ഞാനാവുന്ന ശിവൻ എൻ്റെ ഉള്ളില് ആഗ്രഹങ്ങളായി വരുന്ന കാമദേവനെ ഇല്ലാതാക്കണം. ആ കാമദേവനെ എന്തിനാണ് കാമദേവനെ പറഞ്ഞു വയ്ക്കുന്നത്? കാമദേവനെ പറഞ്ഞു വയ്ക്കുന്ന ബ്രഹ്മാവാ. അതാണ് രസം. അപ്പൊ ആ ബ്രഹ്മാവ് എന്തുകൊണ്ടാണ് പറഞ്ഞു വയ്ക്കുന്നത്? ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തയാണ്. കാരണം അവിടെ ആ ആഗ്രഹം ഉണ്ടാവണം. അപ്പൊ നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ആത്മസംഘർഷങ്ങളാണ് ഇതിൽ മുഴുവൻ പറയുന്നത്. കാരണം ലോകത്ത് എല്ലാ സ്ഥലത്തും സംഘർഷമുണ്ട്. കാരണം നമ്മളെ ഉള്ളിൽ സംഘർഷമുണ്ട്. നമ്മളെ ഉള്ളിലെ സംഘർഷം ഇല്ലാതായാൽ ലോകത്ത് എവിടെയും സംഘർഷം ഉണ്ടാവില്ല. ആ നമ്മളെ ഉള്ളിലെ സംഘർഷം ഇല്ലാതാവാൻ വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളെ ഉള്ളിലുള്ള ദൗർബല്യങ്ങളോട് നമ്മളെ ഉള്ളിലുള്ള ആത്മവിശ്വാസവും തേജസ്സുമാണ് യുദ്ധം ചെയ്യേണ്ടത്. ഈ കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ ഏത് ടെക്സ്റ്റ് വായിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു അത്ഭുതം കാണാം. എല്ലാ പുസ്തകത്തിലും ഇതേ കാര്യമാണ് പറയുന്നത്. കഥാപാത്രങ്ങളുടെ പേര് മാത്രം വ്യത്യാസമുണ്ട്. സെയിം കാര്യം, ഒരേ കാര്യം പല രീതിയിൽ ഭാരതത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞതിൽ ഏറ്റവും സൂക്ഷ്മമായി, അതിസൂക്ഷ്മമായി നമ്മളുടെ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരങ്ങളെയും ഒക്കെ ഉണ്ടാവുന്ന രീതിയെക്കുറിച്ചും അതിനെ എങ്ങനെ നമ്മൾ പരിഹരിക്കണം എന്നുള്ളതിനെ കുറിച്ചും അതിമനോഹരമായ ഒരു കഥയായി നമ്മുടെ ഋഷിമാര് നമ്മൾക്ക് പറഞ്ഞു തന്നതാണ് ലളിതോപാഖ്യാനം. നമുക്ക് ആദ്യത്തെ കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു മനോഹരമായ ഒരു ധ്യാനം ചെയ്യാനുണ്ട്. അവസാനത്തെ ധ്യാനം നമുക്കൊരു ദിവസം ചെയ്യണം. പിന്നെ ലളിതാ സഹസ്രനാമം ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ
നിങ്ങൾക്ക് വേറെ വലിയൊരു ഇൻസൈറ്റ് ഉണ്ടാവും, വേറൊരു തലം നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അപ്പൊ അത് നമുക്ക് വലിയ ഇതുണ്ടാക്കും. ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ വാക്കും നമുക്ക് വിശദമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോ വാക്കും ലളിതാ സഹസ്രനാമം എടുക്കുമ്പോൾ ഓരോ വാക്ക് ഞാൻ പറയുമ്പോഴും ഞാൻ പറയലുണ്ട്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ലളിതോപാഖ്യാനം വായിക്കണം. 1000 പ്രാവശ്യം ഈ സാധനം ലളിതാ സഹസ്രനാമം എടുക്കുമ്പോൾ 1000 പ്രാവശ്യം നമ്മൾ പറയേണ്ടി വരും. ഇതെന്താന്ന് മനസ്സിലാവണമെങ്കിൽ ലളിതോപാഖ്യാനം വായിക്കണം. കാരണം എന്താ, ഓരോ വാക്കും എന്താന്ന് മനസ്സിലാവണമെങ്കിൽ അതിനെ രഹസ്യമായി സൂക്ഷിച്ചത് ലളിതാ സഹസ്രനാമത്തിൽ രഹസ്യമായി സൂക്ഷിച്ചതിന്റെ പരസ്യമായ ഭാഗമുള്ളത് ലളിതോപാഖ്യാനത്തിലാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതാണ്. ഞാൻ ഈ പുസ്തകം എടുക്കുന്ന സമയത്ത് വളരെ ഭയത്തോടു കൂടി എടുക്കുന്നത്. കാരണം എനിക്കറിയില്ല ഇത് എങ്ങനെ ആണ് നിങ്ങൾക്ക്, ഇത് എത്ര ഞാൻ പറഞ്ഞാലും അത് ചെറുതായി പോകും. എങ്ങനെ വിശദമായി പറഞ്ഞാലും ആ ദേവീന്റെ കഥ അത് ചെറുതായി പോവുള്ളൂ. എന്നാലും ഞാൻ പരമാവധി ഞാൻ ദേവീനോട് പ്രാർത്ഥിക്കും, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് എന്താണോ അറിയേണ്ടത് അത് എന്നിലൂടെ ദേവി പറഞ്ഞാലും അതിനെ ഈ പുസ്തകത്തെ ഒരു കാരണമാക്കിയാലും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടാണ് ലളിതോപാഖ്യാനത്തിന് ഇരിക്കാറുള്ളത്. അതുകൊണ്ട് ഇതൊരു മീഡിയം മാത്രമാണ് ലളിതോപാഖ്യാനം. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി, നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ നേരിടുന്ന ചില പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓരോരുത്തരും നേരിടുന്ന പല പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നത്തിനുള്ള കൃത്യമായ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടാനായിരിക്കാം. ഒരു പക്ഷേ ആ സൊല്യൂഷൻ ലളിതോപാഖ്യാനത്തിലുണ്ട്. അത് നിങ്ങളിലേക്ക് എത്താൻ ആയിരിക്കാം ഒരു പക്ഷേ ഈ ക്ലാസ് അതിന് സഹായകമാവട്ടെ. ഇതിലെ ഓരോ കാര്യങ്ങളും ഓരോ ക്ലാസ്സുകളും എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലളിതോപാഖ്യാനം വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ അടിസ്ഥാനപരമായ ഒരു 7 ദിവസം എന്നൊക്കെ പറഞ്ഞു എന്നല്ലോ. എത്ര ദിവസം ഈ ക്ലാസ് ഉണ്ടാവുമെന്ന് എനിക്ക് എപ്പോഴും അറിയില്ല. തീരും, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ദിവസം ഇത്ര വിഷയം എടുക്കും എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടല്ല പോണത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവൾ എന്താണോ തീരുമാനിക്കുന്നത് അത് നടക്കട്ടെ. എന്നിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുന്നത് വരെ അനസ്യൂതം ഈ അറിവ് തുടർന്നുകൊണ്ടിരിക്കട്ടെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. എന്തായാലും വളരെ സന്തോഷം. ഇത്രയും വലിയ വളരെ അപൂർവമായിട്ട് കണക്കാക്കപ്പെടുന്ന ലളിതോപാഖ്യാനം എന്ന് പറയുന്ന ടെക്സ്റ്റ്, അതിഗഹനമായ ടെക്സ്റ്റ് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ ഒരു ശ്രമം, അതിനു വേണ്ടി ഒരു ഭാഗ്യം ഉണ്ടായി, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാൻ പറ്റി എന്നുള്ളതിൽ മഹാത്രിപുര സുന്ദരി എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വലിയ ആഴങ്ങളിലേക്ക് ഈ അറിവുമായി പോകാൻ സാധിക്കട്ടെ. സമയം 1.5 മണിക്കൂറും 15 മിനിറ്റുമായി തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. നന്ദി, നമസ്കാരം.